അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി ബിസ്മില്ലാഹ്. അപ്പം നമ്മള് മുമ്പ് 2-3 ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. 2 ക്ലാസ്സാ തോന്നുന്നുണ്ട് നരകത്തെ കുറിച്ചിട്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നരക ശിക്ഷ വാഗ്ദാനം ചെയ്യപ്പെട്ട പാപങ്ങൾ അത് പറഞ്ഞിട്ടായിരുന്നു അവസാനത്തെ ക്ലാസ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നിരവധി പാപങ്ങൾ പറയുന്നുണ്ട് അല്ലെ, നരകശിക്ഷ വാഗ്ദാനം ചെയ്യപ്പെട്ടത്. അത് ഏതൊക്കെയാ നമുക്ക് നോക്കാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ള നരകവാസികളുടെ കർമ്മങ്ങളെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഇപ്രകാരം മറുപടി നൽകി. അള്ളാഹുവിൽ പങ്കു ചേർക്കൽ, നമുക്കറിയാം ആദ്യത്തത് ഷിർക്ക് തന്നെ അല്ലെ. അത് ഇതിനെ കുറിച്ച് നമ്മൾ പിന്നീട് കാണുന്നുണ്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ മുർസലീങ്ങളെ കളവാക്കൽ, കുഫ്ർ, അസൂയ, കളവ്, ചതി, അക്രമം, നീചവൃത്തികൾ, വഞ്ചന, കുടുംബബന്ധം വിച്ഛേദിക്കൽ, ജിഹാദിനെ കുറിച്ചുള്ള ഭീരുത്വം, പിശുക്കും നരകശിക്ഷ വാഗ്ദാനം ചെയ്യപ്പെട്ട പാപാണ് അല്ലെ. പിന്നെ രഹസ്യത്തിലും പരസ്യത്തിലും ഇരട്ടത്താപ്പ്, രഹസ്യം പരസ്യം വേറെയാ, വ്യത്യസ്തമായിരിക്കുക. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടലും നരകശിക്ഷക്ക് കാരണമാകുന്ന ഒരു കാര്യമാണ് അല്ലെ. നമുക്കറിയാം ഒരു അടിമ അള്ളാഹുവിനെ കണക്കാക്കുന്ന പ്രകാരമാണല്ലേ അള്ളാഹ് അവനോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി രക്ഷയേ ഇല്ല, ഇനി നരകം മാത്രമാണ് എന്റെ വാസസ്ഥലം എന്ന് ഒരു വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഇനിയിപ്പോ അള്ളാഹു എനിക്ക് പുറത്തു തരുമൊന്നുമില്ല എന്ന് കരുതുകയാണെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കും അയാളുടെ പര്യവസാനം ഉണ്ടാവുക. പക്ഷെ അതേ സമയത്ത് പിന്നെ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നമുക്കറിയാലേ, സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ പോലും അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് അറിഞ്ഞാല് അവരും സ്വർഗം മോഹിച്ചു പോകുമെന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട് അല്ലെ. അപ്പൊ അത്രത്തോളം വിശാലമാണ് അള്ളാഹുവിന്റെ കാരുണ്യം. പിന്നെ അതേപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിർഭയനാകലും അല്ലെ. അപ്പൊ ഇത് നമുക്കറിയാം, ഇത് രണ്ടും വേണം, ബാലൻസ് ചെയ്ത് പോണം അല്ലെ. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിർഭയനായാൽ എന്താ കുഴപ്പം, നമ്മൾ പാപം ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലെ. എന്ത് ചെയ്താലും അള്ളാഹ് എനിക്ക് പുറത്തു തരും, പ്രശ്നമില്ല എന്ന് കരുതുകയാണെങ്കിൽ അതും പിന്നെ നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന ഒരു കാര്യമായിട്ട് മാറും അല്ലെ. പിന്നെ നമുക്ക് ഒന്നിനെ പേടിക്കൂല, എന്ത് പാപവും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ മുസീബത്തുകളിൽ പൊറുതികേട് കാണിക്കൽ, ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞാല് പിന്നെ നമ്മളതില് പൊറുതികേട് കാണിക്കുക അല്ലെ. പിന്നെ അതും നരകശിക്ഷയ്ക്ക് കാര്യമാകുന്ന ഒരു ഇതാണ്. പിന്നെ അനുഗ്രഹം ലഭിക്കുമ്പോൾ അഹങ്കരിക്കൽ, അള്ളാഹു നിർബന്ധമാക്കിയത് ഉപേക്ഷിക്കൽ, അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ മുറിച്ചു കടക്കൽ അല്ലെ, ഫാസിക്കുകൾ. പിന്നെ നമുക്കറിയാം ഫസാദ് അല്ലെ, അതിർവരമ്പുകൾ മുറിച്ചു കടക്കൽ, ഹറാമുകൾ പ്രവർത്തിക്കൽ, സൃഷ്ടാവിനെ ഭയക്കാതെ സൃഷ്ടികളെ ഭയക്കൽ, ലോകമാന്യതയ്ക്ക് പ്രവർത്തിക്കൽ, വിശ്വാസത്തിലും കർമ്മത്തിലും കിതാബിനോടും സുന്നത്തിനോടും എതിര് പ്രവർത്തിക്കൽ അല്ലെ. പിന്നെ നമ്മളെ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ വിശ്വാസത്തില് നമ്മള് ഖുർആനോടും അതുപോലെ സുന്നത്തിനോടും പിന്നെ എതിര് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അതിലില്ലാത്ത പ്രകാരം പ്രവർത്തിക്കല്, അള്ളാഹുവിനെ ധിക്കരിച്ച് സൃഷ്ടികളെ അനുസരിക്കൽ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, സൃഷ്ടാവിനെ ഭയക്കാതെ സൃഷ്ടികളെ ഭയക്കുക, അതേപോലെ സൃഷ്ടികളെ അനുസരിക്കൽ, അസത്യത്തിന് പക്ഷം ചേരൽ, അള്ളാഹുവിന്റെ വചനങ്ങളെ പരിഹസിക്കൽ, സത്യം തമസ്കരിക്കൽ, നിർബന്ധമായും വെളിപ്പെടുത്തേണ്ട സാക്ഷ്യവും അറിവും മറച്ചുവെക്കൽ അല്ലെ. നമുക്ക് സാക്ഷ്യം മറച്ചുവെക്കലും നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യമാണ്. പിന്നെ സിഹർ, മാതാപിതാക്കളെ മനസ്സാ വാച കർമ്മണ ദ്രോഹിക്കൽ, അന്യായമായ മനുഷ്യവധം, അനാഥകളുടെ സ്വത്ത് ഭുജിക്കൽ, പലിശ, യുദ്ധമുഖത്ത് നിന്ന് തിരിഞ്ഞോടൽ, സത്യവിശ്വാസിനികളെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കൽ. അപ്പൊ നമ്മൾ ഒരുവിധം പാവങ്ങളൊക്കെ വന്നു കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇതില് നമുക്ക് എന്തെങ്കിലും ഒന്ന് നമ്മള് പെടുന്നുണ്ടോ നമ്മൾ ചിന്തിക്കുക അല്ലെ, പെടാത്ത ഉണ്ടോന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങൾ അല്ലെ, പിശുക്ക്, പിന്നെ അങ്ങനെ ഭീരുത്വം, ചെറിയ ചെറിയ കാര്യങ്ങളും അത് വരുന്നുണ്ട് അല്ലെ. നമ്മള് ഇതിലൊന്നും പെടാത്ത നമുക്കറിയാം, എന്തെങ്കിലുമൊക്കെ നമ്മള് പെട്ടുപോകും അല്ലെ. അപ്പൊ അള്ളാഹ് നമ്മളെല്ലാരെയും കാക്കട്ടെ, ആമീൻ. അതില് ആദ്യത്തെ പറയുന്നത് അള്ളാഹുൽ പങ്കു ചേർക്കൽ അല്ലെ, ഷിർക്ക്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ അല്ലെ.
വമാ ലിദ്ദാലിമീന മിൻ അൻസ്വാർ. അപ്പൊ അവിടെ എന്താ പറയുന്നത്? അള്ളാഹുവിനോട് വല്ലവനും പങ്കു ചേർക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു അല്ലെ. ഹറം അള്ളാഹു എന്ന് പറയുന്നത് അല്ലെ. എന്താണ് നിഷിദ്ധമാക്കിയിരിക്കുന്നത്? സ്വർഗമാണ് നിഷിദ്ധമാക്കിയിരിക്കുന്നത്. നരകം അവന്റെ വാസസ്ഥലമായിരിക്കുകയും ചെയ്യും. അക്രമികൾക്ക് സഹായികളായിട്ട് ആരും തന്നെ ഇല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിന് സമന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആരെങ്കിലും മരിച്ചാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചത് തന്നെ. അപ്പൊ സൂറത്ത് നിസായിലും പറയുന്നുണ്ട് അല്ലെ, ഷിർക്കിനെ കുറിച്ച് നിരവധി ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ ഉടനീളം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിസായിൽ എന്താ പറയുന്നത്? 48-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രിക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമ. തന്നോട് പങ്കു ചേർക്കപ്പെടുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അതൊഴിച്ചതെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ്. ആര് അള്ളാഹുവിനോട് പങ്കു ചേർത്തുവോ അവൻ തീർച്ചയായും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ചമച്ചുണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. ഇസ്മൻ അദീമ. അപ്പൊ അവിടെ അതൊഴിച്ച്, ഷിർക്ക് ബാക്കിയുള്ള പാപങ്ങളെല്ലാം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെ അവനത് പുറത്തു കൊടുക്കും. അപ്പൊ ഷിർക്കിൽ ചാൻസും ഇല്ല അല്ലെ അത് പുറത്തു കൊടുക്കാൻ. ഇപ്പൊ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങാതെ ഷിർക്കിലായിക്കൊണ്ട് മരണപ്പെടുന്ന വ്യക്തി ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെയില്ല അല്ലെ. മറ്റേ നമുക്ക് ആ ഒരു ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ടൊക്കെ പല പാപങ്ങളും പുറത്തിട്ട് ആ ഒരു വ്യക്തി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ഷിർക്ക് ചെയ്തുകൊണ്ട് അടഞ്ഞവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ അതില് പണ്ടൊരു ഉപമ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരാള് തന്റെ സ്വത്തിന്റെ ഒരു പ്രധാന ഭാഗം ചെലവഴിച്ചുകൊണ്ട് ഒരു അടിമയെ വാങ്ങുകയാണ്. അയാളുടെ സ്വത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെ ചെലവഴിച്ച് ഒരു അടിമയെ വാങ്ങിയിട്ട് തനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ അല്ലെ. നമുക്കറിയാലോ, നമ്മളൊരു അടിമയെ വാങ്ങുന്നത് എന്തിനാ? നമുക്ക് വേണ്ടി ജോലി ചെയ്യാൻ അല്ലെ. കുറച്ചു ദിവസം കഴിയുമ്പോൾ ആ ഒരു യജമാനൻ അല്ലെ, ആ വാങ്ങിയ വ്യക്തി കാണുകയാണ് ഈ അടിമ വേറൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഒരിക്കലും അത് പൊറുക്കാൻ പറ്റുമോ? നമ്മള് ചീത്ത പറയല്ലേ, പിന്നെ ഇനി മേലെ ഇത് ആവർത്തിക്കരുതെന്ന് പറയാം. നമുക്ക് എന്തായാലും അത് സഹിക്കൂല. നമ്മുടെ സ്വത്ത് കൊണ്ട് നമ്മൾ വാങ്ങിയ ഒരാള് വേറൊരാൾക്ക് വേണ്ടി പണിയെടുക്കുക നമുക്ക് സഹിക്കുക? നമുക്ക് വേണ്ടി പണിയെടുക്കാതെ വേറൊരാൾക്ക് വേണ്ടി പണിയെടുക്കുക നമുക്ക് സഹിക്കൂല അല്ലെ. അതുപോലെ നമുക്ക് ഇത്രയും കാര്യങ്ങള് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമുക്ക് ജീവിക്കാൻ ഒതുങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ട് അല്ലെ അള്ളാഹ്. പിന്നെ അതുപോലെ നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ ഓരോന്നിനും നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണോ? അല്ലേ. രാവിലെ നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ സുഖമായിട്ട് പോകുന്നു, ബാത്റൂമിൽ പോകുന്നു. എന്തെങ്കിലും ഇന്ന് എനിക്ക് ബാത്റൂമിൽ പോകുമ്പോൾ തടസ്സമൊന്നും ഉണ്ടാവാതിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണോ പോകുന്നത്? അല്ല അല്ലേ. നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ആവശ്യപ്പെടാതെ നടത്തി തരുന്നുണ്ട്. എന്നിട്ടും ഒരു വ്യക്തി തനിക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ നേർച്ച ചെയ്യലും, പിന്നെ അതേപോലെ തങ്ങളും അല്ലെങ്കിൽ ബീവിമാരുടെ അടുത്ത് പോയിട്ട് നമ്മുടെ ആവശ്യം ഉന്നയിക്കുക, കരഞ്ഞ് പ്രാർത്ഥിക്കുക, അതൊരിക്കലും പൊറുക്കപ്പെടില്ലല്ലേ. നമുക്കത് നമ്മുടെ ഇതിലെല്ലാം നമുക്കത് ആലോചിച്ചാൽ മനസ്സിലാവൂലേ. അപ്പൊ അത് ഗുരുതരമായൊരു തെറ്റാണ്. അതൊരിക്കലും പുറത്തു തരൂല. പിന്നെ എന്താ അല്ലെ, ഉടനടി പിടിച്ച് ശിക്ഷിക്കാത്ത എന്താ? സാവകാശം നൽകുന്നവനാണ് അല്ലെ, ഹലീമാണ് അതുകൊണ്ടാണ് ഉടനടി ഒരു വ്യക്തി, ഒരു അടിമ ഇതെല്ലാം കാണുന്നുണ്ട് അല്ലെ, പക്ഷെ എന്നിട്ടും ഉടനെ ശിക്ഷിക്കാത്തത് എന്തുകൊണ്ടാ? സാവകാശം നൽകുന്നോണ്ടാണ് അല്ലെ. സമയം ആയിട്ടില്ല, ഇനി അവന് അല്ലെ, മടങ്ങാനുള്ള ചാൻസ് നമ്മുടെ മരണം വരെ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ അവനെ കണ്ടുമുട്ടുന്നവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അല്ലെ. മൻ ലഖിയല്ലാഹ ലാ യുശ്രിക് ബിഹി ഷൈഅൻ ദഖലൽ ജന്ന. അതേപോലെ അതിന്റെ നേരെ വിപരീതം, അവനിൽ വല്ലതിനെയും പങ്കു ചേർത്തുകൊണ്ട് മരണാനന്തരം കണ്ടുമുട്ടിയവൻ അല്ലെ, അള്ളാഹുവിനെ കണ്ടുമുട്ടിയവൻ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഒരു ഈച്ചയുടെ വിഷയത്തിൽ ഒരാൾ സ്വർഗത്തിലും ഒരാൾ നരകത്തിലും പ്രവേശിച്ചു. അവർ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ അതെങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, രണ്ടുപേർ ഒരു സമൂഹത്തിലൂടെ നടന്നു. അവർക്കൊരു വിഗ്രഹം ഉണ്ടായിരുന്നു. അതിന് ബലി അർപ്പിക്കാതെ ആരും അതിലൂടെ കടന്നു പോകാറില്ല. അവരിൽ ഒരാളോട് പറഞ്ഞു, വല്ലതും ബലി അർപ്പിക്കൂ. അപ്പം രണ്ടുപേരൊരു സമൂഹത്തിലൂടെ നടന്നു പോയപ്പോൾ വിഗ്രഹം ഉണ്ട് അല്ലെ. അപ്പൊ ആ വിഗ്രഹത്തിന് ബലി അർപ്പിക്കാതെ
അതുവഴി ആരും പാസ് ചെയ്തു പോവില്ല. അപ്പൊ അവരില് ഒരാൾ പറഞ്ഞു വല്ലതും ബലി അർപ്പിക്കോ. പിന്നെ അവരോട് പറയാണ് ഒരാള്. അപ്പൊ അയാള് പറഞ്ഞു എന്റെ അരികിൽ ബലി അർപ്പിക്കുവാൻ യാതൊന്നുമില്ല. അവർ പറഞ്ഞു ഒരു ഈച്ചയെങ്കിലും ബലി അർപ്പിക്കൂ. അയാൾ ഒരു ഈച്ചയെ ബലി അർപ്പിച്ചപ്പോൾ അവർ അയാളെ വെറുതെ വിട്ടു. അങ്ങനെ അയാൾ നരകത്തിൽ പ്രവേശിച്ചു. അവർ അപരനോട് പറഞ്ഞു വല്ലതും ബലി അർപ്പിക്കോ. അയാൾ പറഞ്ഞു അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും യാതൊന്നും ബലി അർപ്പിക്കുന്നവനല്ല ഞാൻ. അവർ അയാളുടെ പിരടി വെട്ടി. അങ്ങനെ അയാള് സ്വർഗത്തിലും പ്രവേശിച്ചു. അപ്പം രണ്ടുപേരിലെ ഒരാള് ഈച്ചയെങ്കിലും ബലി അർപ്പിക്കാൻ പറഞ്ഞപ്പോ ആ ഒരു വ്യക്തി ഈച്ചയെ ബലിയർപ്പിച്ചു പോയി. അതേസമയത്ത് മറ്റേ ആള് അല്ലെ രണ്ടില് അപരൻ എന്താ പറഞ്ഞത്, ഞാൻ അള്ളാഹുവിനെ അല്ലാതെ വേറൊരാൾക്കും ബലിയർപ്പിക്കൂല അല്ലെ, അള്ളാഹുവിന്റെ മുന്നിൽ അല്ലാതെ വേറെ ആർക്കും ബലിയർപ്പിക്കൂല എന്ന് പറഞ്ഞപ്പോ അവർ അദ്ദേഹത്തിന്റെ പിരടി വെട്ടുക ചെയ്തത്. അദ്ദേഹം എന്ത് ചെയ്തു, നേരെ സ്വർഗത്തിലേക്ക് പോയി അല്ലെ. അപ്പൊ അതാണ് അള്ളാഹുവില് പങ്കു ചേർക്കുന്നവർ എന്തായാലും നരകത്തിൽ തന്നെ. ഈ രണ്ടാമത്തെ കാര്യം അള്ളാഹുവേയും ദൂതനെയും ധിക്കരിക്കലും നിയമപരിധികൾ ലംഘിക്കലും. അപ്പം ഇതെല്ലാം ബന്ധപ്പെട്ടത് തന്നെയാ അല്ലെ. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും പ്രവാചകന്മാരെയും ധിക്കരിക്കൽ, അനുസരണക്കേട് കാണിക്കൽ എന്താ, പിന്നെ അതും നരക ശിക്ഷയ്ക്ക് കാരണമാകുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ. അവർ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിക്കുകയും അവന്റെ നിയമപരിധികൾ ലംഘിക്കുകയും ചെയ്യുന്നുവോ അവനെ അള്ളാഹു നരകാഗ്നിയിൽ പ്രവേശിപ്പിക്കും, അവൻ അതിൽ നിത്യവാസിയായിരിക്കും അല്ലെ. അപമാനകരമായ ശിക്ഷയാണ് അവനുള്ളത്. അപ്പൊ ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ തന്നെ അല്ലെ. പിന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നില്ല പറഞ്ഞ എന്താ അല്ലെ. അപ്പൊ അള്ളാഹുല് ശരിക്കും വിശ്വസിക്കാത്ത പോലെ തന്നെയാണല്ലോ. അവന്റെ പ്രവാചകന്മാരെ ധിക്കരിക്കാതെ അനുസരണക്കേട് കാണിക്കുന്ന അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നത് സമം തന്നെയാണ് അല്ലെ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരും നരകത്തിൽ പ്രവേശിച്ചു. 3, വിധി വിശ്വാസത്തെ കളവാക്കൽ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. നമ്മളിലൊക്കെ ചിലർക്ക് വന്നു പോകുന്ന ഒരു പാകപ്പിഴവുകളാണ് എന്ത്, ഖദറില് അല്ലെങ്കിൽ ഹൈറിലും ഷെറിലും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവനെ അള്ളാഹു നരകാഗ്നിയിൽ ചുട്ടരിക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും മുസീബത്ത് വരുമ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യും, എന്താ പറയാ, അതിലൊരു അല്ലെ നമ്മള് ആ ഖദറിനെ നമുക്കൊരു എന്നാലും എന്ന് പറഞ്ഞിട്ട് അവള് വിഷമിച്ച് പിന്നെ അതേപോലെ അതിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നരകാഗ്നിയിൽ ചുട്ടരിക്കുന്നതാണ്. എന്തായാലും നമ്മളെല്ലാരെയും ഇതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. പിന്നെ ഒരു ഹദീസില് ഇബ്നു ദൈലമിയിൽ നിന്ന് നിവേദനം ചെയ്തൊരു ഹദീസ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉബയ്യിബ്നു ഖഅബിന്റെ അടുത്ത് ചെന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ഖദറിൽ ചില സന്ദേഹമുള്ള കാര്യങ്ങളുണ്ട്, താങ്കൾ എനിക്ക് വല്ലതും പറഞ്ഞു തരിക. ഒരു വേള അതുകൊണ്ട് അള്ളാഹു എന്റെ ഹൃദയത്തിൽ നിന്ന് അവ നീക്കിത്തരും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ ഖദറിൽ വിശ്വസിക്കുന്നവരെയും താങ്കൾക്ക് ബാധിച്ച ഒന്നും തന്നെ താങ്കളിൽ നിന്ന് തെറ്റിപ്പോവുകയില്ലായിരുന്നെന്നും താങ്കളിൽ നിന്ന് തെറ്റിപ്പോയത് താങ്കൾക്ക് ഏൽക്കുമായിരുന്നില്ലെന്നും താങ്കൾ മനസ്സിലാക്കുന്നത് വരെയും ഉഹദ് മലയോളം സ്വർണം താങ്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും അള്ളാഹു താങ്കളിൽ നിന്ന് സ്വീകരിക്കുകയില്ല. അപ്പൊ എന്താ പറഞ്ഞ, താങ്കൾക്ക് ബാധിച്ച ഒന്നും തന്നെ താങ്കളിൽ നിന്ന് പോവുമായിരുന്നില്ലെന്നു അല്ലെ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ബസ്സിൽ കയറിയില്ലായിരുന്നെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കൂലായിരുന്നു അല്ലെ. അപ്പം അല്ല, നമുക്കത് വിധിച്ചത് തന്നെയാണ് അല്ലെ. നമ്മൾ ആ ബസ്സിൽ കയറണമെന്നും പിന്നെ നമ്മള് ശരി എന്നും പോകുന്ന ആ ബസ് നമുക്ക് മിസ്സായി പോയിട്ടുണ്ട്, പിന്നീട് വന്ന ബസ്സിൽ നമ്മൾ കയറി നമുക്ക് ആക്സിഡന്റ് വരാൻ ആക്സിഡന്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് അള്ളാഹ് വിധിച്ചത് തന്നെയാണ് അല്ലെ. നമുക്ക് ആ ബസ് മിസ്സായി പോയത് നമ്മൾ അതിൽ കയറിയത് അള്ളാഹ് വിധിച്ചത് തന്നെയാണ്. പിന്നെ അതുപോലെ താങ്കളിൽ നിന്ന് തെറ്റിപ്പോയത് താങ്കൾക്ക് ഏൽക്കുമായിരുന്നില്ലെന്നും താങ്കൾ മനസ്സിലാക്കുന്നവരെയും അല്ലെ, അത് മനസ്സിലാക്കണം. അതേപോലെ നമ്മളിപ്പോ പിന്നെ നമുക്കൊരു കാര്യം ഇതിന്റെ നേരെ ഒരു കാര്യം തന്നെ അല്ലെ. നമ്മള് ഇപ്പൊ യുദ്ധത്തില് പണ്ട് തബൂക്ക് യുദ്ധത്തിൽ തന്നെ അല്ലെ ധാരാളം കപട വിശ്വാസികൾ ഒഴിഞ്ഞു നിന്നിട്ടുണ്ട്. ആ സമയത്ത് അവര് പറഞ്ഞെന്താ, പിന്നെ അതേപോലെ പല യുദ്ധങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്, കപട വിശ്വാസികൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മളെ യുദ്ധത്തിൽ പങ്കെടുക്കാതെ നമ്മള് വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും മുസീബത്ത് ബാധിക്കുമ്പോ അല്ലെങ്കിൽ അവർക്ക് പരാജയം നേരിടുമ്പോ അവരെന്താ പറയാ, നമ്മള് രക്ഷപ്പെട്ടു അല്ലെ, നമ്മള് വീട്ടിലിരുന്നുകൊണ്ടാണ് നമ്മളത് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മളും യുദ്ധത്തിൽ പോയിരുന്നെങ്കിൽ നമുക്കും പരിക്ക് പറ്റിയേനെ, അല്ലെങ്കിൽ നമുക്കും മരണം സംഭവിച്ചേനെ എന്നൊക്കെ അവര് പറയും. പക്ഷെ അതെന്താ, അവരവിടെ അള്ളാഹ് പറയുന്നുണ്ട് അല്ലെ, നിങ്ങൾ മരണത്തെ പേടിച്ചിട്ട്
വീട്ടിനുള്ളിൽ ഇരുന്നാൽ പോലും മരണം വന്നെത്തുക തന്നെ ചെയ്യും അല്ലെ. ശക്തമായ കോട്ടയുടെ ഉള്ളിൽ പോയി ഇരുന്നാൽ പോലും ആ ഒരു മരണം നിങ്ങൾ തേടിയെത്തുക തന്നെ ചെയ്യും. അപ്പൊ അവരവിടെ പങ്കെടുക്കണം എന്നില്ല. അപ്പൊ അതേപോലെ അത് അവർക്ക് ഏറ്റിട്ടില്ലെങ്കിൽ അത് അള്ളാഹ് ഉദ്ദേശിച്ചിട്ടില്ല അല്ലെ. അപ്പൊ നമുക്കത് മനസ്സിലാവുന്ന വരെയും പിന്നെ ഉഹുദ് മലയാളം സ്വർണ്ണ താങ്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും അള്ളാഹു താങ്കളിൽ നിന്ന് സ്വീകരിക്കുകയില്ല. അപ്പൊ ഖദറിലുള്ള ഈ വിശ്വാസത്തിലല്ലാതെയാണ് താങ്കൾ മരണപ്പെടുന്നതെങ്കിൽ താങ്കൾ നരകാഗ്നിയുടെ ആളുകളിൽ പെട്ടുപോകും തീർച്ച. പിന്നെ അപ്പൊ അതാണ് മൂന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞത്, വിധി വിശ്വാസത്തെ കളവാക്കൽ. ഖദറിലുള്ള വിശ്വാസം അല്ലെ, അത് പൂർണ്ണമായിട്ടല്ലാതെ ഇരിക്കൽ, അതെന്ത് അതും നരക ശിക്ഷയ്ക്ക് കാരണമാകുന്ന ഒരു പാപമാണ്. അതേപോലെ നമസ്കാരം ഉപേക്ഷിക്കൽ അല്ലെ 4. പിന്നെ സൂറത്ത് മറിയത്തിലാണല്ലോ പറയുന്നത്. എന്നിട്ട് അവർക്ക് ശേഷം അവരുടെ സ്ഥാനത്ത് ഒരു പിൻതലമുറ വന്നു. അവർ നമസ്കാരം പാഴാക്കുകയും തന്നിഷ്ടങ്ങളെ പിന്തുടരുകയും ചെയ്തു. തന്മൂലം ദുർമാർഗത്തിന്റെ ഫലം നരകം അവർ കണ്ടെത്തുന്നതാണ്. എന്നാൽ പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ ഇതിൽ നിന്ന് ഒഴിവാകുന്നു. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അവർ ഒട്ടും അനീതിക്ക് വിധേയരാവുകയില്ല. അപ്പം നമസ്കാരത്തെ പാഴാക്കുക അല്ലെ, നമസ്കാരത്തെ വേണ്ട രീതിയിൽ പിന്നെ അതിന്റെ സമയത്ത് അതേപോലെ അല്ലെ നിർബന്ധമായ നമസ്കാരം ഒഴിവാക്കൽ, അതെല്ലാം പിന്നെ നരകശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ അധികം പറയേണ്ടതില്ല അല്ലെ. പിന്നെ നരകവാസികൾ നരകത്തിൽ വെച്ച് പറയുന്ന മറുപടി നമുക്കറിയാം. ചില സ്വർഗത്തോപ്പുകളിലായിരിക്കും അവർ വലതുപക്ഷക്കാർ. അവർ അന്വേഷിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ എത്തിയെന്ന് അല്ലെ. അപ്പൊ അവരെന്താ പറയാ, ഖാലു ലം നകും മിനൽ മുസല്ലി, ഞങ്ങൾ നമസ്കരിക്കുന്ന ആളുകളിൽ പെട്ടവരല്ലായിരുന്നു അല്ലെ. നമസ്കാരത്തെ വേണ്ട രീതിയിൽ ഞങ്ങൾ കണ്ടിരുന്നില്ല. നമ്മൾ തോന്നുമ്പോ നമസ്കരിക്കും, പിന്നെ നിർബന്ധമായ നമസ്കാരങ്ങളെ ഉപേക്ഷിക്കും. അപ്പം പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നരകത്തിൽ എത്തിയതെന്ന് സ്വർഗവാസികൾ നരകവാസികളോട് ചോദിക്കുമ്പോൾ അവർ മറുപടി പറയുന്നുണ്ട്. പിന്നെ 5-ാമത്തെ കാര്യമായിട്ട് പറയുന്നത് അഹ്ലു സുന്നത്തിനോട് എതിരാകുന്ന കക്ഷിത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അറിയുക, നിശ്ചയം നിങ്ങളുടെ പൂർവികരായ വേദക്കാർ 72 കക്ഷികളായിട്ട് പിരിയുകയുണ്ടായി അല്ലെ. 72 കക്ഷികളായിട്ടാണ് പൂർവികരായിട്ടുള്ള ആളുകൾ പിരിഞ്ഞത്. ഈ സമുദായം 73 കക്ഷികളായിട്ട് പിരിയും. 72 നരകത്തിലാണ്, 1 സ്വർഗത്തിലാണ്. അതത്രേ അൽ ജമാ അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും നിലനിന്ന മാർഗത്തിൽ നിലകൊള്ളുന്നവർ. അപ്പൊ അത് നമുക്ക് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല അല്ലെ. ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗ്രൂപ്പുകൾ തമ്മിൽ സ്പ്ലിറ്റ്, വീണ്ടും സ്പ്ലിറ്റ്, പിന്നെ അതിൽ തന്നെ വീണ്ടും അല്ലെ ഓരോ ദിവസം അല്ലെങ്കിൽ പിന്നെ നമ്മള് ഓരോ വർഷത്തിൽ തന്നെ നമുക്ക് പറയാം പുതിയ ചെറിയ കാര്യത്തിലായിരിക്കും വ്യത്യാസം അല്ലേ. അതിൽ പിന്നെ ആ ഒരു ഭിന്നത, ഒരു അഭിപ്രായ വ്യത്യാസം വന്ന് പിന്നെ അത് വലിയ ഗൗരവമായിട്ടുള്ള തെറ്റുകളിലേക്ക് വന്നിട്ട് പിന്നെ പരസ്പരം പഴിചാരൽ, അതാണ് ഏറ്റവും വിഷമം. പിന്നെ ഒന്നിച്ച് ഒരുപോലെ നിലനിന്നിരുന്ന പല ഗ്രൂപ്പുകളും ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് ഇപ്പം പണ്ട് എതിര് നിന്ന ആ ഒരു വിഭാഗത്തേക്കാൾ അവർ അങ്ങോട്ടും പരസ്പരം ശത്രുതയിലായിരിക്കുന്നത് നമുക്ക് കാണാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നത് അല്ലെ. അപ്പൊ 73 കക്ഷികളായിട്ട് തീർന്നാ പറഞ്ഞ അതിലൊരു വിഭാഗം മാത്രം അല്ലെ ഖുർആനോടും സുന്നത്തിനോടും നിൽക്കുന്നത് അല്ലെ. ഖുർആൻ അനുസരിച്ച് അതേപോലെ സുന്നത്ത് അനുസരിച്ചും ജീവിക്കുന്നവര് മാത്രം, അല്ലെങ്കിൽ അതിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്നവര് മാത്രമാണ് ആ സ്വർഗത്തില് പ്രവേശിക്കുന്ന ഗ്രൂപ്പിൽ പെടുക അല്ലെ. ഇനി 6 ദീൻ ബലി നൽകേണ്ടി വന്നിട്ടും ഹിജ്റ പോകാതിരിക്കൽ. ശ്രദ്ധിക്കണം, ദീൻ ബലി നൽകേണ്ടി വന്നിട്ടും ഹിജ്റ പോകാതിരിക്കുക അല്ലെ. അവിശ്വാസികൾക്കിടയിൽ താമസിക്കുമ്പോൾ ആദർശം പഴയപ്പെടുത്തേണ്ടി വരുമെന്ന അവസ്ഥയുണ്ടായാൽ തന്റെ ദീനിനെ സംരക്ഷിക്കുവാൻ വിശ്വാസികൾക്കിടയിൽ മാറി താമസിക്കലാണ് ഹിജ്റ അല്ലെ. നമുക്കറിയാം പിന്നെ ഹിജ്റ എന്നുള്ളത് നമുക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ് അല്ലെ. പിന്നെ തീരെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേറെ പോകണം അല്ലെ, മാറിപ്പോകണം, പലായനം ചെയ്യണം. അതാണ് ഹിജ്റയിലൂടെ ലക്ഷ്യമാക്കേണ്ടതും ആദർശ സംരക്ഷണമാണ്.
പിന്നെ പ്രസ്തുത ലക്ഷ്യത്തിനു വേണ്ടി ഹിജ്റ പോകൽ മുസ്ലിമിന് നിർബന്ധമാണ്. തന്റെ ദീൻ ബലി നൽകേണ്ടി വന്നിട്ടും അവിശ്വാസികൾക്കിടയിൽ ഒരാൾ കഴിയുന്നുവെങ്കിൽ ആ ആദർശ ശത്രുക്കളായ അവിശ്വാസികളോടുള്ള സ്നേഹവും കൂറുമാണ് അത് അറിയിക്കുന്നത്. ഇവിടെയാണ് ഹിജ്റയ്ക്ക് സാധ്യമാണെങ്കിൽ അവിശ്വാസികൾക്കിടയിൽ താമസിക്കുന്നതിന് അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നത്. അള്ളാഹു അപ്പൊ അവിടെ എന്താ നമുക്കറിയാം അല്ലെ, ആദ്യമായിട്ട് ഇവര് ഹിജ്റ പോയ സമയത്തും ഈ പറഞ്ഞ പോലെ പലരും എന്താണ് അവരുടെ സ്വത്ത് അല്ലെ, സ്വത്ത് ഉണ്ടാവും അവിടെ, സ്വത്ത് വിട്ടുപോകാൻ അവർക്ക് തയ്യാറല്ല. കുടുംബം അല്ല അങ്ങനെയെല്ലാം അവര് നോക്കിയിട്ട് എന്ത് ചെയ്യും, അവര് ഹിജ്റയ്ക്ക് പോകാൻ മടിക്കും അല്ലെ. അങ്ങനെ മടിച്ചു നിന്നിരുന്ന ആളുകളെ കുറിച്ച് നമുക്കറിയാം അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ അത്തരക്കാർ കുറെ ഉണ്ടായിരുന്നു. ചിലര് ഉള്ളില് വിശ്വാസം ഉണ്ടായിരിക്കും, പക്ഷെ അവരെന്ത് ചെയ്യാം, അവര് പോവൂല. അപ്പം പിന്നീട് ആയത്ത് വന്നിട്ടുണ്ട് അല്ലെ, അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിട്ട് അവിടെ നിൽക്കുന്നവരെന്താ, അവരും അവിശ്വാസികളോട് കൂറ് കാണിക്കുന്നവരാണ്. അല്ലെങ്കിൽ അവർക്ക് ത്യാഗം ചെയ്യാൻ വയ്യ അല്ലെ. സ്വത്തുക്കളാണെങ്കിലും കുടുംബത്തെ ഒന്നും അവർക്ക് പിരിഞ്ഞു പോകാൻ വയ്യ, ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ കുറിച്ച് പറയുന്നത്, അവിശ്വാസികൾക്കിടയിൽ ജീവിച്ചുകൊണ്ട് സ്വന്തത്തോട് അന്യായം ചെയ്തവരെ മരിപ്പിക്കുമ്പോൾ മലക്കുകൾ അവരോട് ചോദിക്കും, നിങ്ങൾ എന്ത് നിലപാടിലായിരുന്നു? അവർ പറയും, ഞങ്ങൾ നാട്ടിൽ അടിച്ചൊതുക്കപ്പെട്ടവരായിരുന്നു. മലക്കുകൾ ചോദിക്കും, അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? നിങ്ങൾക്ക് സ്വദേശം വിട്ട് അതിൽ എവിടെയെങ്കിലും പോകാമായിരുന്നില്ലേ? എന്നാൽ അത്തരക്കാരുടെ വാസസ്ഥലം നരകമത്രേ, അതത്രേ ചീത്ത സങ്കേതം. എന്നാൽ യാതൊരു ഉപായവും സ്വീകരിക്കാൻ കഴിവില്ലാതെ ഒരു രക്ഷാമാർഗവും കണ്ടെത്താവാനാവാതെ അടിച്ചൊതുക്കപ്പെട്ടവരായി കഴിയുന്ന പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഇതിൽ നിന്ന് ഒഴിവാകുന്നു. അത്തരക്കാർക്ക് അള്ളാഹു മാപ്പ് നൽകിയേക്കാം. അള്ളാഹു അത്യധികം മാപ്പ് നൽകുന്നവനും ഏറെ പൊറുക്കുന്നവനുമാകുന്നു അല്ലെ. അതായത് നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിങ്ങളെ ഭൂമി വിട്ടു പോകാതിരുന്നത് മലക്കുകൾ ചോദിക്കും അല്ലെ. അതിപ്പം ആ ഒരു സമയത്ത് മാത്രമല്ല, ലോകാവസാനം വരെയുള്ള കാലം അല്ലെ, പല ഇതിൽ നമുക്ക് അറിയാം. അപ്പൊ അവിശ്വാസികൾക്കിടയിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് ചിലര് ഹിജാബ് ഒഴിവാക്കും അല്ലെ, പേടിയാണ്. അത് അവര് തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ അവിടെ പോകുമ്പോ ഹിജാബ് ഇടാൻ പറ്റൂല അല്ലെ, അത് റെസ്ട്രിക്റ്റഡ് ആണ്. അതേപോലെ അങ്ങനെ പല കാര്യങ്ങളും നമുക്കറിയാം അല്ലെ, നമ്മള് പേടിച്ചുകൊണ്ട് ഒഴിവാക്കുന്നതുണ്ട്. പക്ഷെ അങ്ങനെ അങ്ങനെ വിശ്വാസത്തെ, നമ്മുടെ ആദർശത്തെ അങ്ങനെ പറ്റില്ലല്ലോ അല്ലെ, നമ്മളെ ബലി കഴിക്കാൻ അങ്ങനെ പറ്റൂല. അപ്പൊ ഇവിടെ അവരോട് മലക്കുകൾ മരണസമയത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ സ്വദേശം വിട്ട് നിങ്ങൾക്ക് പോയിക്കൂടാ? നിങ്ങൾക്ക് പോകാമായിരുന്നില്ലേ? അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നരകമാണ്. അപ്പൊ അതേ സമയത്ത് ദുർബലരായ വ്യക്തികൾ ഉണ്ടാവും അല്ലെ, സ്ത്രീകൾ ഉണ്ടാവും, അതേപോലെ വയസ്സായ ആളുകൾ, കുട്ടികൾ, അവർക്കൊക്കെ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒഴിവ് കൊടുത്തിട്ടുണ്ട് അല്ലെ. പറ്റാത്ത ആളുകൾക്ക് അള്ളാഹ് ഒഴിവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും നമുക്ക് പോവാനൊരു ചാൻസ് ഉണ്ടായിട്ട് പോവാതെ അവിശ്വാസികളുടെ കൂടെ തന്നെ കഴിയുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മർദ്ദനത്തിലല്ലേ കഴിയുന്ന ആളുകൾക്ക് അള്ളാഹ് ഒഴിവ് നൽകിയിട്ടില്ല. നിങ്ങൾ എന്തായാലും അങ്ങനെ സ്വദേശം വിട്ട് പോകണം തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വിധിയിൽ അക്രമം കാണിക്കുന്നവർ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിധികർത്താക്കൾ 3 കൂട്ടരാണ്. ഒരാൾ സ്വർഗത്തിലും 2 പേർ നരകത്തിലുമാണ്. സ്വർഗത്തിലുള്ള വ്യക്തി സത്യം അറിയുകയും അത് വിധിക്കുകയും ചെയ്തവനാണ്. എന്നാൽ മറ്റൊരാൾ സത്യം അറിഞ്ഞിട്ടും വിധിയിൽ അക്രമം കാണിച്ചവനാണ്. അതിനാൽ അയാൾ നരകത്തിലാണ്. വേറൊരാൾ വിവരക്കേട് കൊണ്ട് ജനങ്ങൾക്കിടയിൽ വിധി പറഞ്ഞു, അതിനാൽ അയാളും നരകത്തിലാണ് അല്ലെ. അപ്പൊ വിധികർത്താക്കൾ 3 തരത്തില്. ഒന്ന് സത്യത്തിന് വേണ്ടിയിട്ട് സത്യത്തിന് നിലകൊണ്ട ആള്, അല്ലെങ്കിൽ നമുക്കറിയാം നീതിമാനായ ഭരണാധികാരി നമ്മൾ പറയുന്നുണ്ട് അല്ലെ, അർഷിന്റെ തണല് ലഭിക്കുന്ന ഒരു കൂട്ടരാണ്. അപ്പം സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവര്, സത്യത്തെ വിധിക്കുന്ന ആ ഒരു വ്യക്തി മാത്രമാണ് സ്വർഗത്തിലുള്ളത്. അതേ സമയത്ത് സത്യം അറിഞ്ഞിട്ടും തിരിമറി കാണിച്ചിട്ട് അസത്യത്തിനോട് കൂടി നിന്നിട്ട് കള്ളത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആക്രമണത്തിന് വേണ്ടി നമ്മളെ വിധി പറയുകയാണെങ്കിൽ ആ ഒരു വിധികർത്താവ് നരകത്തിലാണ്. അതേപോലെ തന്നെ വിവരക്കേട് അല്ലെ, ശരിക്കൊരു കാര്യം അന്വേഷിക്കാതെ അറിയാതെ അറിയാതെ നമ്മളൊരു കാര്യം വിധിക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയും അത് മനഃപൂർവ്വം ആയിരിക്കൂല അല്ലെ. അസത്യം അതിനു വേണ്ടി കൂട്ടു നിന്നിട്ടായിരിക്കില്ല, പക്ഷെ അയാൾ അന്വേഷിച്ചിട്ടുണ്ടാവില്ല, ശരിയായിട്ടുള്ള കാര്യം അന്വേഷിക്കാതെ വിവരക്കേട് നിമിത്തം വിധിച്ചതാണ്, അയാളും നരകത്തിലാണ്. അതേ സമയത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട് അല്ലെ, ഒരു പണ്ഡിതൻ തന്നെ നമ്മളൊരു ഫത്വ അന്വേഷിച്ച് ചെന്നാല്
അദ്ദേഹം അത് നോക്കിയിട്ട് തന്റെ കഴിവിന്റെ പരമാവധി നോക്കിയിട്ടും പിന്നെ അറിയാതെ ഒരു തെറ്റ് പറ്റി പോവുകയാണെങ്കിൽ അവിടെ രണ്ട് പ്രതിഫലം ആ ഒരു വ്യക്തിക്ക് ഉണ്ട് പറയുന്നുണ്ട്. കാരണം അവർ അന്വേഷിച്ചതിന്റെ പിന്നെ ആ ഒരു എഫേർട്ട് എടുത്തതിന്റെ പ്രതിഫലവും പിന്നെ അല്ലെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അറിയാണ്ട് തെറ്റ് പറ്റിപ്പോയാലും ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ മേലെ കുറ്റമില്ല പറയുന്നുണ്ട്. അതേ സമയത്ത് പിന്നെ ഇത് നമ്മള് ഒരു കാര്യം ശരിക്കും സത്യാവസ്ഥ അറിയാതെ അന്വേഷിച്ചറിയാതെ ഒരു വ്യക്തി വിധിക്കുകയാണെങ്കിൽ ആ വ്യക്തി നരകത്തിലും. പിന്നെ ഇനി എട്ടാമതായി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ കളവ് പറയൽ. നിങ്ങൾ എന്റെ പേരിൽ കളവ് പറയരുത്, കാരണം ആരെങ്കിലും എന്റെ പേരിൽ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ. മുസ്ലിമും ബുഖാരിയും റിപ്പോർട്ട് ചെയ്ത ഹദീസ അല്ലെ. എന്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ കളവ് പറയരുത് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒന്നും കളവ് പറയരുത്, കാരണം അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ പിന്നെ അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ. അപ്പൊ 8 കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. ഒന്ന് ഷിർക്ക്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് അതിനോട് ബന്ധപ്പെട്ട തന്നെ അള്ളാഹുലും അവന്റെ പ്രവാചകന്മാരിലും എന്താ അവരോട് അനുസരണക്കേട് കാണിക്കുക, പിന്നെ നിയമപരിധികൾ ലംഘിക്കുക. മൂന്നാമത്തെ കാര്യം വിധി വിശ്വാസത്തെ കളവാക്കൽ അല്ലെ. ഖദർ നിഷേധിക്കൽ, അതില് ഖൈറും ഷെറിലും വിശ്വസിച്ചിട്ടില്ലെങ്കിലും പിന്നെ അവൻ നരകത്തിലാണ്. നാലാമത്തെ കാര്യം നമസ്കാരം ഉപേക്ഷിക്കൽ. അഞ്ചാമത്തെ കാര്യം അഹ്ലു സുന്നത്തിനോട് എതിരാകുന്ന കക്ഷിത്വം. 6 ദീൻ ബലി നൽകേണ്ടി വന്നിട്ടും ഹിജ്റ പോകാതിരിക്കൽ. 7 വിധിയിൽ അക്രമം കാണിക്കുന്നവർ അല്ലെ. തെറ്റായിട്ടുള്ള വിധി വിധിക്കുന്നവൻ, സത്യത്തെ അന്വേഷിച്ചറിയാതെ വിധിക്കുന്നവൻ, അവരൊക്കെ നരകത്തിലാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുന്നവർ 8ാമത്തെ വിഭാഗക്കാര്. ഇനി 9 ഖിബർ അല്ലെങ്കിൽ അഹങ്കാരം അല്ലെ. നരകവും സ്വർഗവും തർക്കിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹദീസാണ്, നരകവും സ്വർഗവും തർക്കിച്ചു. അപ്പൊ നരകം പറഞ്ഞു, എന്നിൽ അഹങ്കാരികളും സ്വേച്ഛാധിപതികളും പ്രവേശിക്കും. അപ്പൊ സ്വർഗം പറഞ്ഞു, എന്നിൽ എല്ലാ ദുർബലരും സാധുക്കളും പ്രവേശിക്കും. അപ്പോൾ നരകത്തോട് അള്ളാഹു പറഞ്ഞു, നീ എന്റെ ശിക്ഷയാണ്, നിന്നെക്കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും, നിന്നെക്കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീ ഏൽപ്പിക്കും. സ്വർഗത്തോട് അള്ളാഹ് പറയുന്നു, നീ എന്റെ കാരുണ്യമാണ്, നിന്നെക്കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നവരോട് കരുണ കാണിക്കും. നിങ്ങൾ രണ്ടുപേരും അവ നിറയെ ആളുകളുണ്ട്. അപ്പൊ രണ്ടുപേർക്കും നിറയെ ആളുകളുണ്ട് അല്ലെ. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതെന്താ പറഞ്ഞത്? നരകത്തില് അഹങ്കാരികളും സ്വേച്ഛാധിപതികളായിട്ടുള്ള ആളുകളായിരിക്കും അല്ലെ. ഒരു അണുമണി പിന്നെ അഹങ്കാരം ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കയില്ല തന്നെ അല്ലെ. പിന്നെ ഇബ്ലീസിനെ പോലും അള്ളാന്റെ ആ ഒരു ശാപത്തിന് പാത്രമായി എന്താണ്? അഹങ്കാര നിമിത്താണ് അല്ലെ. അപ്പൊ അഹങ്കാരം ഒരു വ്യക്തിയിൽ ഉണ്ടായാൽ അയാളെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗവാസികൾ ആരെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, എല്ലാ ദുർബലരും അശക്തരായി ഗണിക്കപ്പെടുന്നവരുമാണ്. അയാൾ അള്ളാഹുവിൽ സത്യം ചെയ്താൽ അവൻ സത്യം ചെയ്ത കാര്യത്തിന് അള്ളാഹു ഉത്തരമേകും. ആരാണ് നരകവാസികൾ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെയോ? എല്ലാ അഹങ്കാരികളും ക്രൂരരും പരുഷ സ്വഭാവികളുമാണ് അല്ലെ. പരുഷ സ്വഭാവം ഉള്ളവരും എന്താണ് പിന്നെ നരകവാസിയാണ്, അല്ലെങ്കിൽ നരകത്തിലേക്ക് കടക്കുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലെ പരുഷ സ്വഭാവം എന്നുള്ളത്. എല്ലാവരോടും നമ്മള് നല്ല രീതിയിൽ നമ്മളെപ്പോഴും പറയില്ലേ, വിനയം എപ്പോഴും നമ്മളെ താഴ്ത്തല്ല ചെയ്യാനുള്ള, നമ്മളെ ഉയർത്തുക ചെയ്യുക അല്ലെ. വിനയം നമ്മൾ ഒരാളുടെ മുന്നിൽ താന്നു കൊടുത്തു വെച്ച് നമ്മള് മോശക്കാരാവൂല അല്ലെ, അല്ലെങ്കിൽ അയാളുടെ മുന്നിൽ നമ്മള് ചെറുതാവുമല്ലോ, പക്ഷെ നമ്മളെ പദവി അള്ളാഹ് ഉയർത്തും. അപ്പം പിന്നെ അഹങ്കാരികളും ക്രൂരരും പിന്നെ പരുഷ സ്വഭാവികളും നരകത്തിലാണ്. 10ാമത്തെ കാര്യം പറയുന്നത് ചതിയും കുതന്ത്രവും അല്ലെ. ഇതൊക്കെ നമുക്ക് പിന്നെ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളല്ല അല്ലെ. പിന്നെ ഒരാളെ ചതിച്ചാൽ ഉറപ്പാണ് അല്ലെ ചതി. അതേപോലെ കുതന്ത്രം, ഇതെല്ലാം പിന്നെ നരകത്തിലേക്ക് നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കാര്യങ്ങളാണ്. കുതന്ത്രങ്ങളും ചതിപ്രയോഗങ്ങളും നരകാഗ്നിയിലാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹറാമായത് ഭക്ഷിക്കുക അല്ലെ. പലിശ ഹറാമായത് ഭക്ഷിക്കുക, നിഷിദ്ധ സമ്പാദ്യത്തിലൂടെയുള്ള വളരുന്ന മാംസം, അതിന് ഏറ്റവും അർഹമായത് നരകമാണ്. നിഷിദ്ധ സമ്പാദ്യത്തിലൂടെ വളരുന്ന മാംസത്തിന് ഏറ്റവും അർഹമായത് നരകമാണ്. അപ്പം അതും ഹറാമായത് ഭക്ഷിക്കലും
നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യമാണ്. പിന്നെ വസ്ത്രം വലിച്ചിഴക്കൽ അല്ലെ, പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 2 നെരിയാണികൾക്ക് താഴെയുള്ള തുണിയുടെ ഭാഗം നരകത്തിലാണ്, പുരുഷന്മാർക്കുള്ളതാണ് അല്ലെ അത്. അതായത് നെരിയാണിയുടെ താഴത്തേക്ക് പാന്റ് ഇട്ട് ഇഴയ്ക്കുന്നവരല്ലേ, അല്ലെങ്കിൽ മുണ്ടാണെങ്കിലും അല്ലെ, അത് നരകത്തിലേക്കാണ്. ഒരിക്കലും അവര് പറഞ്ഞ പോലെ സ്വർഗം നിഷേധിക്കാൻ അല്ലെ നിഷിദ്ധമാവാനുള്ള കാരണത്തിൽ പെട്ടതാണ്. 13 അന്യായമായ മനുഷ്യവധം. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഒരാളെ അന്യായമായിട്ട് ഒരാളെ വധിക്കുകയാണെങ്കിൽ, ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ മനഃപൂർവ്വം കൊലപ്പെടുത്തുന്ന പക്ഷം അവനുള്ള പ്രതിഫലം നരകമാകുന്നു. അവൻ അതിൽ നിത്യവാസിയായിരിക്കും. അവന്റെ നേരെ അള്ളാഹു കോപിക്കും, അവനെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു. കനത്ത ശിക്ഷയാണ് അവന് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഉള്ള കൂട്ടരാണ് വധിക്കുവാൻ അന്യോന്യം വാളോങ്ങുന്നവർ. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു അന്യായമായിട്ട് ഒരാളെ വധിക്കുക എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ വധിക്കാൻ വേണ്ടി പരസ്പരം വാളോങ്ങുന്നവരും അവരും നരകാഗ്നി അല്ലെ നരകശിക്ഷയ്ക്ക് വിധേയരാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 2 മുസ്ലിങ്ങൾ അന്യോന്യം വാളോങ്ങിയാൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. അപ്പൊ ചോദിക്കപ്പെട്ടു, അള്ളാഹുവിന്റെ റസൂലെ, കൊന്നവൻ നരകത്തിലാണ്, എന്നാൽ കൊല്ലപ്പെട്ടവന്റെ കാര്യം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ കൂട്ടുകാരനെ കൊല്ലുവാൻ അയാൾ ഉദ്ദേശിച്ചിരുന്നില്ലേ. ഇത് നമ്മള് ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കൾ അല്ലെ, ഹാബീലിന്റെ കഥയിൽ നമ്മൾ പറയുന്നുണ്ട്. അതില് ഒരു കൊല്ലപ്പെട്ട വ്യക്തി അല്ലെ, മറ്റേ ആള് പറയുന്നത് ആരായിരുന്നു? മറ്റേ നല്ല ആളാരായിരുന്നു? ഹബേൽ അല്ലേന്നാ? എല്ലാരും മ്യൂട്ടിലാവും അല്ലെ. കാബേലല്ലേന്നോ? എന്താ അല്ല, പറയാ, ആബേലെന്നാ എന്റെ ഒരു ഓർമ്മ. കാബേലല്ലേ കാക്ക വന്ന് എങ്ങനെയാ കൊല്ലുന്നതെന്ന് അതന്നെ നോക്കാൻ കൊന്ന വേണ്ടിയിട്ട്. വ്യക്തി കാബേലല്ലേ? അപ്പൊ ആബേലല്ലേ നല്ല കുട്ടി? അബേലല്ലേ നല്ല, അതിന് നല്ല ആള് അദ്ദേഹമായിരുന്നല്ലോ അല്ലെ. ആ എന്തായാലും അവര് പറയുന്നുണ്ട്, ഞാൻ നിന്റെ മേലെ, നീ എന്നെ കൊല്ലാൻ ഒരുങ്ങുകയാണെങ്കിൽ ഞാൻ നിന്റെ മേലെ വാളോങ്ങൂല, അല്ലെങ്കിൽ നിന്നെ കൊല്ലാൻ ഞാൻ ഒരുക്കല്ല. കാരണം എന്നിട്ട് ഈ ഹദീസിന്റെ ഈ ഒരു കാര്യം പറയുന്നുണ്ട്, കാരണം നാളെ ചിലപ്പോ ഞാൻ അതിന് നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, അപ്പൊ ഞാനും നിന്നെ പോലെ അങ്ങോട്ട് ആക്രമണത്തിന് തുനിഞ്ഞാല്, അല്ലെങ്കിൽ നിന്നെ കൊല്ലാൻ ഞാൻ ഉദ്ദേശിച്ചാല് ഞാനും ശിക്ഷയ്ക്ക് കാരണമാവും ആ ഒരു പ്രവൃത്തി. അതേ സമയത്ത് ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ കൊന്നതിന്റെ ആ ഒരു ശിക്ഷയും പിന്നെ 2 ശിക്ഷ പറയുന്നത് അതിന് നീ കാരണമാകുന്നു. ഈ കൊന്ന ആളിനോട് പിന്നെ ആബേല് പറയുന്നുണ്ട്, ആബേല് അല്ലെ, അവര് പറയുന്നുണ്ട് കാബേലിനോട്. അപ്പം അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, വധിക്കുവാൻ അന്യോന്യം വാളോങ്ങുന്നവർ. അതായത് 2 പേരിലെ അതിലൊരാള് കൊല്ലപ്പെട്ടു, പക്ഷെ കൊല്ലപ്പെട്ട ആളും രക്ഷപ്പെടുന്നില്ല അല്ലെ, അവരും നരകത്തിലാണെന്ന് അള്ളാന്റെ റസൂൽ പറയാൻ കാരണം എന്താ? ആ വ്യക്തി തന്റെ കൂട്ടുകാരനെ കൊല്ലാൻ വാളോങ്ങിയവനാണ്, പക്ഷെ കൊല്ലാൻ പറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ അല്ലെ. ആ വ്യക്തി മരണപ്പെടുകയും ചെയ്തു, പക്ഷെ എങ്കിൽ കൂടി 2 പേരും നരകശിക്ഷ ഏറ്റുവാങ്ങുന്നു പറയുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ പറയുന്നുണ്ട് കേട്ടോ, ഇതുകൊണ്ടാണ് ആദം അലൈഹിസ്സലാമിന്റെ 2 മക്കളിൽ സദ്വൃത്തനായ മകൻ തന്റെ സഹോദരനെ വധിക്കുവാൻ കൈ നീട്ടാതിരുന്നത്. ഘാതകനായവൻ 2 പേരുടെയും പാപം പേറുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബി നീ അവർക്ക് ഇവിടെ പറയുന്നുണ്ട് ആ കഥ കേട്ടാ. ആദമിന്റെ 2 പുത്രന്മാരുടെ വൃത്താന്തം സത്യപ്രകാരം പറഞ്ഞു കേൾപ്പിക്കുക. അവർ ഇരുവരും ഓരോ ബലിയർപ്പിച്ച സന്ദർഭം. ഒരാളിൽ നിന്ന് ബലി സ്വീകരിക്കപ്പെട്ടു, മറ്റവനിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടില്ല. മറ്റവൻ പറഞ്ഞു, ഞാൻ നിന്നെ കൊലപ്പെടുത്തുക തന്നെ ചെയ്യും. ബലി സ്വീകരിക്കപ്പെട്ടവൻ പറഞ്ഞു, ധർമ്മനിഷ്ഠയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. എന്നെ കൊല്ലുവാൻ വേണ്ടി നീ എന്റെ നേരെ കൈ നീട്ടിയാൽ തന്നെ നിന്നെ കൊല്ലുവാൻ ഞാൻ നിന്റെ നേരെ കൈ നീട്ടുന്നതല്ല. തീർച്ചയായും ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവെ ഭയപ്പെടുന്നു. എന്റെ കുറ്റത്തിനും നിന്റെ കുറ്റത്തിനും നീ അർഹനായി തീരുവാനും അങ്ങനെ നീ നരകാവകാശികളുടെ കൂട്ടത്തിലാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് അക്രമികൾക്കുള്ള പ്രതിഫലം അല്ലെ. അപ്പൊ അത് ഖുറാനിലുള്ള ആയത്ത് തന്നെയാണ് അല്ലെ. സൂറത്ത് മാഇദയിലെ 27, 29 ആയത്തുകളിൽ പറയുന്നതാണ്. അതായത് എന്റെ കുറ്റത്തിനും നിന്റെ കുറ്റത്തിനും നീ അർഹനായി തീരുവാനും അങ്ങനെ നീ നരകാവകാശികളുടെ കൂട്ടത്തിലായിരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് അദ്ദേഹം ഒരിക്കലും തിരിച്ചു ചെയ്യുന്നില്ല അല്ലെ, വധിക്കാനോ അല്ലെങ്കിൽ ആക്രമിക്കാനോ തുനിയുന്നില്ല.
അപ്പൊ എന്തുകൊണ്ടാണ് അള്ളാഹു എന്റെ ബലി സ്വീകരിച്ചത്? ധർമ്മനിഷ്ഠയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. ഇനി 15 പരോപദ്രവം. ഇതെല്ലാം അല്ലെ ഒന്നിനൊന്ന് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ പറയുന്നത്. നിങ്ങൾക്കറിയാമോ ആരാണ് മുഫ്ലിസ്, പാപ്പരായവൻ? അവർ പറഞ്ഞു, ഞങ്ങൾ മുഫ്ലിസ് യാതൊരു ദർഹമും വിഭവങ്ങളും ഇല്ലാത്തവരാണ്. അപ്പൊ 15ാമത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ, പരോപദ്രവം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ചോദിക്കുകയാണ് സഹാബിമാരോട്, നിങ്ങൾക്കറിയാമോ ആരാണ് മുഫ്ലിസ് ആയവൻ അല്ലെ പാപ്പരായവൻ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാണ്, ഞങ്ങൾക്ക് അറിയുന്ന ആരാ, യാതൊരു ദർഹമും വിഭവങ്ങളും ഇല്ലാത്തവരാണ് അവര്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ ഉമ്മത്തുകളിലെ മുഫ്ലിസ് അന്ത്യനാളിൽ സ്വലാത്തും നോമ്പും സക്കാത്തുമായിട്ട് വരുന്നവനാണ്. അവൻ വരും, ഒരാളെ ചീത്ത പറഞ്ഞിരിക്കും, ഒരാളെ പറ്റി അപവാദം പറഞ്ഞിരിക്കും, ഒരാളുടെ സമ്പത്ത് തിന്നിരിക്കും, ഒരാളുടെ രക്തം ചിന്തിയിരിക്കും, ഒരാളെ അടിച്ചിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഇയാളുടെ നന്മകൾ എടുത്തു നൽകപ്പെടും. തന്റെ മേൽ ബാധ്യതയുള്ളത് നൽകുന്നതിന് മുമ്പ് അയാളുടെ നന്മകൾ തീർന്നാൽ അവരുടെ തിന്മകൾ ഇയാളിലേക്ക് എറിയപ്പെടും. ശേഷം ഇയാളും നരകത്തിലേക്ക് എറിയപ്പെടും. അല്ലെ, അതായത് ഈ പറഞ്ഞതല്ലേ, നമ്മള് ഒരാളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്യായമായി അവരുടെ സ്വത്ത് കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ, അവരെ കുറിച്ച് കുറ്റം അല്ലെ ഒന്നും വേണ്ട, ഹീബത്ത് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്മകൾ കൂടി നമ്മളത് എടുത്തു കൊടുക്കുന്ന പാപമായിട്ടാണ്. അല്ലെങ്കിൽ നാളെ പരലോകത്ത് നമ്മളെ വിചാരണ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മള് നോമ്പെടുത്ത് അല്ലെ, അള്ളാഹ് അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ട് നിർബന്ധ നോമ്പുകൾക്ക് പുറമെ സുന്നത്ത് നോമ്പുകൾ ധാരാളം എടുത്ത വ്യക്തിയായിരിക്കും അല്ലെ. നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ ധാരാളം സുന്നത്ത് നമസ്കരിച്ച ആളായിരിക്കും. അതുപോലെ ധാരാളം സക്കാത്തും സദക്കയൊക്കെ നൽകിയിട്ടുള്ള ആ വ്യക്തിയായിരിക്കും. പക്ഷെ എങ്കിലും അയാളുടെ നാവിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ, അതേപോലെ അന്യായമായ ഒരാളുടെ സ്വത്ത് നമ്മൾ തിന്നാല് അർഹമായ സ്വത്ത് അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ എല്ലാം ആ ഒരു നമ്മുടെ നാളെ വിചാരണ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല അല്ലെ. നമ്മൾ ദ്രോഹിച്ചവർക്ക് നമ്മുടെ നന്മകൾ നമ്മൾ എടുത്തു കൊടുക്കേണ്ടി വരും അവസാനം. എന്നിട്ട് അത് ബാലൻസ് ആയിട്ടില്ലെങ്കിൽ എന്താ പറ്റുക, അവരുടെ തിന്മകൾ അവരുടെ തിന്മകൾ നമ്മളിലേക്ക് വന്നു ചേരും. അങ്ങനെ ആ വ്യക്തി നരകത്തിലേക്ക് എറിയപ്പെടും. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അടുത്തത് പലിശ തിന്നൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പലിശ തിന്നുന്നവർ പിശാച് ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്ന പോലെ അല്ലാതെ അല്ല. ഇത് നമ്മുടെ ബക്കറയിലുള്ള ആയത്താണല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പലിശ തിന്നുന്നവർ പിശാച് ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവർ എഴുന്നേൽക്കുന്നത് പോലെ അല്ലാതെ എഴുന്നേൽക്കുകയില്ല. കച്ചവടവും പലിശയും പോലെ തന്നെ എന്നവർ പറഞ്ഞതിന്റെ ഫലം അത്രേ അത്. എന്നാൽ കച്ചവടം അള്ളാഹു അനുവദിക്കുകയും പലിശ നിഷിദ്ധമാക്കിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനാൽ അള്ളാഹുവിന്റെ ഉപദേശം വന്നു കിട്ടിയിട്ട് അതനുസരിച്ച് വല്ലവനും പലിശയിൽ നിന്ന് വിരമിച്ചാൽ അവൻ മുമ്പ് വാങ്ങിയത് അവനുള്ളത് തന്നെ. അവന്റെ കാര്യം അള്ളാഹുവിന്റെ തീരുമാനത്തിന് വിധേയമായിരിക്കുകയും ചെയ്യും. ഇനി ആരെങ്കിലും പലിശ ഇടപാടുകൾക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ അവരെത്ര നരകാവകാശികൾ, അവരതിൽ നിത്യവാസികളായിരിക്കും അല്ലെ. അതായത് നമ്മള് അവര് ന്യായം പറയുന്നത് എന്താ, കച്ചവടവും പലിശ പോലെ എന്നാണ് അവര് ന്യായം പറയാ അല്ലെ. പക്ഷെ കച്ചവടം അള്ളാഹ് അനുവദിച്ചിട്ടുള്ളതാണ്, പലിശ അങ്ങനെയല്ല അല്ലെ. പലിശ അള്ളാഹ് നിഷേധിച്ചതുമാണ്. ഇപ്പൊ പല കാര്യങ്ങളുണ്ട്. പലിശ ഇത് കുഴപ്പമില്ല, ഇതൊരിക്കലും പലിശയുടെ ഇതിൽ വരൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ പലിശ അനുവദീയമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്കിപ്പോ കാണാം അല്ലെ. ഓരോ കൊല്ലം കഴിയുമ്പോഴും ഇതിന്റെയൊക്കെ പല വെറൈറ്റി, ഇത് ഇൻട്രസ്റ്റിൽ പെടൂല അല്ലെ, ഇത് ഇങ്ങനെയാണ്, ഇത് ഹലാലായതാണ്, മറ്റേതാന്ന് പറഞ്ഞിട്ട് മറിച്ചത് പല കാര്യങ്ങളും ഇതേപോലെ പല രീതിയിൽ പലിശ വരുന്നുണ്ട്. അപ്പൊ ഡയറക്റ്റ് നമുക്ക് തോന്നും അത് ഇതല്ലാന്ന് അല്ലെ, അത് പലിശയല്ല തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങൾ ഇരട്ടിയായി പലിശ തിന്നാതിരിക്കുകയും അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക, നിങ്ങൾ വിജയികളായേക്കാം. സൂറത്ത് ആലിമ്രാൻ 130, 131 ആയത്തിൽ പറഞ്ഞത്. സത്യനിഷേധികൾക്ക് ഒരുക്കി വെക്കപ്പെട്ട നരകാഗ്നിയെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക അല്ലെ. അപ്പൊ എങ്ങനെയൊക്കെ പോയാലും പലിശ അത് ഹറാം തന്നെ. അത് എങ്ങനെയൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ന്യായീകരിച്ച് അല്ലെങ്കിൽ പുതിയ ഫോമിൽ വന്നാലും നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട
അല്ലെങ്കിൽ ജാഗരൂകരായി ഇരിക്കേണ്ട കാര്യം തന്നെയാണ് അല്ലെ. പിന്നെ 17 അന്യായമായി ജനങ്ങളുടെ സമ്പത്ത് തിന്നുക. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ പരസ്പരം സംതൃപ്തിയോട് കൂടി നടത്തുന്ന കച്ചവട ഇടപാട് മുഖേന അല്ലാതെ നിങ്ങളുടെ സ്വത്തുക്കൾ അന്യായമായി നിങ്ങൾ അന്യോന്യം എടുത്ത് തിന്നരുത്. നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്യരുത്. തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കരുണയുള്ളവനാകുന്നു. ആരെങ്കിലും അതിക്രമമായും അന്യായമായും അങ്ങനെ ചെയ്യുന്ന പക്ഷം നാം അവനെ നരകാഗ്നിയിലിട്ട് കരിക്കുന്നതാണ്. അത് അള്ളാഹുവിന് എളുപ്പമുള്ള കാര്യമാകുന്നു. അപ്പൊ അവിടെ അല്ലെ നമ്മൾ പറയുന്നത് അന്യായമായിട്ട് ജനങ്ങളെ സമ്പത്ത് തിന്നല്, അനാഥകളുടെ സ്വത്ത് അല്ലെ നമ്മൾ പറയുന്നുണ്ട്, അനാഥകളുടെ സ്വത്ത് പിന്നെ തിന്നല്, പിന്നെ അതുപോലെ നമുക്ക് അവകാശപ്പെട്ട അനന്തരാവകാശ സ്വത്തൊക്കെ വേണ്ട രീതിയിൽ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതൊക്കെ എന്താ, പിന്നെ അന്യായമായിട്ട് ജനങ്ങളുടെ സമ്പത്ത് തിന്നൽ തന്നെയാണ് അല്ലെ. അപ്പൊ അതൊന്നും പാടില്ല. അതൊക്കെ നരക ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ അനാഥകളുടെ സ്വത്തിന്റെ കാര്യത്തിലും അതന്നെയാ പറയുന്നത്. അതായത് അനാഥകളുടെ സ്വത്തുക്കൾ അന്യായമായി തിന്നുന്നവർ അവരുടെ വയറുകളിൽ നിറയ്ക്കുന്നത് എന്താ, തീ മാത്രമാകുന്നു. പിന്നീട് അവർ നരകത്തിൽ കത്തിയിരിക്കുകയും ചെയ്യുന്നതാണ്. 19ാമത്തെ കാര്യമാണ് ചിത്രരചന, രൂപപ്പെടുത്തൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യനാളിൽ അതികഠിനമായ ശിക്ഷയുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനോട് സദൃശരാകുന്നവർക്കാണ് അല്ലെ. അതായത് ചിത്രരചന, രൂപനിർമ്മാണം അല്ലെ, ഇതെല്ലാം നരകശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. നമ്മള് രൂപ സൃഷ്ടിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസില് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് ഞാൻ കേട്ടു, എല്ലാ മുസവ്വിർ നമുക്കറിയാം അല്ലെ, ആരാ, പിന്നെ അള്ളാഹ് ആണ് അല്ലെ. പക്ഷെ ബാക്കി രൂപമുണ്ടാക്കുന്നവർ നരകത്തിലാണ്. അവൻ ഉണ്ടാക്കിയ എല്ലാ രൂപങ്ങൾക്കും അന്ത്യനാളിൽ ആത്മാവ് നൽകപ്പെടും. അവകൾ കൊണ്ട് അവനെ നരകാഗ്നിയിൽ ശിക്ഷിക്കും. വേറെ ഒരു ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് നിവേദനം ചെയ്ത ഹദീസില്, ആരെങ്കിലും ദുനിയാവിൽ ഒരു രൂപമുണ്ടാക്കിയാൽ അതിൽ ആത്മാവ് ഊതുവാൻ അന്ത്യനാളിൽ അവൻ നിർബന്ധിക്കപ്പെടും. ഒരിക്കലും അവനത് ഊതുവാനാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, എന്റെ സൃഷ്ടിപ്പ് പോലെ സൃഷ്ടിക്കുവാൻ തുനിയുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? എങ്കിൽ അവർ അണുമണി സൃഷ്ടിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ധാന്യമണി സൃഷ്ടിക്കട്ടെ, അതുമല്ലെങ്കിൽ ഒരു ബാർലി സൃഷ്ടിക്കട്ടെ. അപ്പം അത്രയും ഗുരുതരമായിട്ടുള്ള അല്ലെ, ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് എന്ത്, രൂപനിർമ്മാണം അല്ലെ, അല്ലെങ്കിൽ ചിത്രരചന. നമ്മളൊരു ചിത്രം വരച്ചാൽ അതിന് നമ്മളതിന് ജീവൻ കൊടുക്കുന്നവരെ നമ്മളെ ശിക്ഷിക്കുന്നത് നമുക്കൊരിക്കലും കഴിയൂലല്ലോ. അപ്പൊ അന്ത്യനാളില് നമ്മളെന്താ, അതിന് ജീവൻ കൊടുക്കാൻ നമ്മളോട് കൽപ്പിക്കും അല്ലെ. നമുക്കൊരിക്കലും കഴിയൂല. അപ്പൊ അത്രയും ശിക്ഷ നമ്മൾ ഏറ്റുകൊണ്ടേയിരിക്കണം. പിന്നെ വേറൊരു ഹദീസിൽ പറയുന്നത്, അതിന് അള്ളാഹ് രൂപം നൽകും, എന്നിട്ട് അത് മുഖേന നമ്മൾ നരകാഗ്നിയിൽ ശിക്ഷിക്കുന്നു പറയുന്നുണ്ട്. അവകൾ കൊണ്ട് നമ്മൾ നരകാഗ്നിയിൽ ശിക്ഷിക്കുന്നു പറയുന്നുണ്ട്. ഇനി കുറച്ചും കൂടി പറയുന്നുണ്ട് കേട്ടോ, കുറച്ചും കൂടി നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു 3 കൂടി, അതുകൂടി പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കേ. 20 അള്ളാഹുവിന്റെ ശത്രുക്കളായ അക്രമികളോട് പക്ഷം ചേരല്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അക്രമം പ്രവർത്തിച്ചവരുടെ പക്ഷത്തേക്ക് നിങ്ങൾ ചായരുത്, എങ്കിൽ നരകം നിങ്ങളെ സ്പർശിക്കുന്നതാണ്. അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് രക്ഷാധികാരികളെ ഇല്ല, പിന്നെ നിങ്ങൾ സഹായിക്കപ്പെടുന്നില്ല അല്ലെ. അതായത് അക്രമികളുടെ കൂടെ ചേരരുത്, അള്ളാഹുവിന്റെ ശത്രുക്കളായിട്ടുള്ള അല്ലെ. അപ്പൊ നമ്മള് പിന്നെ നമുക്കറിയാം ഇത് അക്രമികൾ ആരാണ്, അല്ലെങ്കിൽ അക്രമം ചെയ്തത് ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവർക്ക് അവരുടെ പക്ഷത്തേക്ക് പോകരുത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അന്യായത്തിന് നമ്മളെ കൂട്ടു നിൽക്കരുത്, പിന്നെ സത്യത്തിനെതിരായിട്ട് നമ്മൾ വിധി കൽപ്പിക്കരുത് അല്ലെ. അപ്പം അക്രമികളുടെ കൂടെ പക്ഷം ചേരുന്നത് പിന്നെ നരകശിക്ഷ ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഇനി 21 സ്ത്രീകൾ നഗ്നത വെളിവാക്കൽ, ജനങ്ങളെ തല്ല്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 2 വിഭാഗം ആളുകൾ നരകവാസികളാണ്. അവരെ ഞാൻ കണ്ടിട്ടില്ല. ഒരു വിഭാഗം അവരുടെ കയ്യിൽ പശുവിന്റെ വാലുകൾ പോലെയുള്ള ചമ്മട്ടികളുണ്ട്, അവ കൊണ്ട് അവർ ജനങ്ങളെ അടിക്കുന്നു. രണ്ടാമത്തെ വിഭാഗം വസ്ത്രം ധരിച്ച എന്നാൽ നഗ്നതയെടുത്ത മറ്റുള്ളവരെ തങ്ങളിലേക്ക് ചായിപ്പിക്കുന്ന
മറ്റുള്ളവരിലേക്ക് ചായുന്ന സ്ത്രീകളാണ്. അവരുടെ തലകൾ ചാഞ്ഞ ആടുന്ന ഒട്ടക പൂഞ്ഞുകൾ പോലെയാണ്. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അവർ സ്വർഗത്തിന്റെ പരിമളം പോലും അനുഭവിക്കുകയില്ല. സ്വർഗീയ പരിമളമാകട്ടെ വളരെ വിദൂരതയിൽ തന്നെ അനുഭവപ്പെടുന്നതാണ് അല്ലെ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ അല്ലെ. പിന്നെ ഇക്കാലഘട്ടത്തെ നമുക്കൊന്നും പറയും വേണ്ട. സ്ത്രീകള് വസ്ത്രം എടുത്തിട്ടുണ്ട്. പിന്നെ അവർത്ത് മറിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ വസ്ത്രം എടുത്തിട്ടില്ല അല്ലെ. ആ ഒരു രീതിയിലാണ് സ്ത്രീകൾ എല്ലാവരും നടക്കുന്നത്. പിന്നെ ഇന്നലെ ഒരു ഇസ്ലാമിക പ്രോഗ്രാമിന് പോയപ്പോ പോലും വിഷമമുള്ള കാര്യമാണ്. പിന്നെ ഉമ്മമാരെല്ലാരും പർദ്ദയാണ്, പക്ഷെ മക്കളെല്ലാരും ജീൻസും ടോപ്പും കൂടെ ഒരു ചെറിയൊരു മഫ്തയുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പിന്നെ എല്ലാവരും അല്ലെ. ഒരുവിധം പിന്നെ ചെറിയ പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ ഒരു ഈ പറഞ്ഞ പോലെ അവർത്ത് മറക്കുന്നുണ്ടോ ചോദിച്ചാൽ മറക്കുന്നുണ്ട് അല്ലെ. എല്ലാം മറക്കുന്നുണ്ട്. ഫുൾ കൈ ആയിരിക്കും, എവിടെയും കാണുന്നില്ല, തലയെ മറച്ചിട്ടുണ്ടാവും, പക്ഷെ വേണ്ടതൊന്നും മറച്ചിട്ടും ഉണ്ടാവില്ല. ആ ഒരു രീതിയിൽ നടക്കുന്ന സ്ത്രീകള് പിന്നെ അവരൊരിക്കലും സ്വർഗത്തിന്റെ പരിമളം പോലും അനുഭവിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ സ്വർഗത്തിന്റെ പരിമളം എന്ന് പറയുമ്പം വളരെ വിദൂരതയിൽ നിന്നാൽ പോലും ഒരു വ്യക്തിക്ക് അത് ലഭിക്കാം അല്ലെ. അത് ആ ഒരു മണം ലഭിക്കും, അതിന്റെ ഒരു പരിമളം ലഭിക്കുന്ന പറഞ്ഞത്. അപ്പം എത്രത്തോളം അവര് അകന്നിട്ടായിരിക്കും സ്വർഗത്തിൽ നിന്നുള്ളത് ചിന്തിക്കുക അല്ലെ. ആ ഒരു പരിമളം പോലും അവർക്ക് നിഷിദ്ധമാക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നരകത്തിന്റെ നമ്മൾ പറയുന്നുണ്ട് അല്ലെ. നരകത്തിൽ നമ്മൾ എത്രയോ ദൂരെയാണ്, പക്ഷെ അതിന്റെ ചെറിയൊരു കാറ്റ്, നേരിയ ഒരു കാറ്റ് തട്ടിയാൽ പോലും നമുക്കത് സഹിക്കാൻ പറ്റൂല എന്ന് അല്ലെ, അതും പറയുന്നുണ്ട്. പിന്നെ ഇനി 22ാമത്തെ കാര്യമായിട്ട് പറയുന്നത് മൃഗങ്ങളെ ശിക്ഷിക്കലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകം എന്നോട് അടുത്തു. ഞാൻ ചോദിച്ചു പോയി, രക്ഷിതാവേ, ഞാനും അവരോടൊപ്പം ആണോ? അപ്പോഴതാ നരകത്തിൽ ഒരു സ്ത്രീയെ പൂച്ച മാന്തി പറിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇവളുടെ വിഷയം എന്താണ്? അവർ പറഞ്ഞു, ആ സ്ത്രീ ആ പൂച്ചയെ ബന്ധിച്ചു വെച്ച് വിശപ്പ് സഹിച്ച് ആ പൂച്ച ചത്തുപോയി അല്ലെ. പിന്നെ ഈ പറഞ്ഞ പോലെ ആ സ്ത്രീ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷെ പൂച്ചയെ കെട്ടിയിട്ടൂലെ, അതിന് പുറത്തേക്ക് പോലും വിട്ടില്ല, ഭക്ഷണം കഴിക്കാൻ അതിനെ അനുവദിച്ചില്ല, അത് നിമിത്തം അത് ചത്തുപോയി. അതേ സമയത്ത് നായ്ക്ക് വെള്ളം കൊടുത്ത വ്യക്തി ആ ഒരു കാരണം കൊണ്ട് മാത്രം സ്വർഗത്തിൽ പോയത് നമുക്കറിയാം. ഇനി 23, വിജ്ഞാനം തേടുന്നതിൽ ആത്മാർത്ഥതയില്ലായ്മ. അതും ശ്രദ്ധിക്കേണ്ട വിഷയം അല്ലെ. വിജ്ഞാനം തേടുന്നതിൽ ആത്മാർത്ഥതയില്ലായ്മ നരകശിക്ഷയ്ക്ക് കാരണമാക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒരു അറിവ് അള്ളാഹുവിന് അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി നേടി, അല്ലെങ്കിൽ ആ ഒരു അറിവ് കൊണ്ട് അള്ളാഹു അല്ലാത്തവരെ ഉദ്ദേശിച്ചു എങ്കിൽ അവന്റെ ഇരിപ്പിടം നരകത്തിൽ ഒരുക്കിക്കൊള്ളട്ടെ. ഇവിടെ അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി നേടി എന്നാ പറയണത്. അതല്ലാതെ ഒരു ഈ പറഞ്ഞ പോലെ ആ ഒരു അറിവില്ലേ, അറിവ് നമ്മൾ പറഞ്ഞു പ്രാവർത്തികമാക്കാത്ത അറിവ് കൊണ്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞു. അതുപോലെ നമ്മളൊരു പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടാണ് അറിവ് നേടുക അല്ലെ, അതൊക്കെ ഒരു ഉപകാരമില്ലാത്ത അറിവാണ്, അല്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യവും ഇല്ല. പിന്നെ 24ാമത്തെ കാര്യത്തിൽ പറയുന്നത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രത്തിൽ കുടിക്കൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രത്തിൽ കുടിക്കുന്നവർ തന്റെ വയറ്റിലേക്ക് കുടിച്ചെടുക്കുന്ന നരകത്തീയാണ്. അപ്പൊ ഇവിടെ അത് നിഷിദ്ധമാണ്, പക്ഷെ സ്വർഗത്തിൽ അത് ഹലാലാണ് അല്ലെ. സ്വർഗവാസികൾക്ക് അത് നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇവിടുന്ന് നമുക്കത് ചെയ്യാൻ പാടില്ല, അത് നിഷിദ്ധമാണ്. പിന്നെ 25, ഹറമിൽ വൃക്ഷം മുറിക്കൽ. ആരെങ്കിലും ഹറമുകളിലെ മരം മുറിച്ചു മാറ്റിയാൽ അവന്റെ തല അള്ളാഹു നരകത്തിൽ വീഴ്ത്തും. 26, ആത്മഹത്യ അല്ലെ. ഇതൊക്കെ നമുക്കറിയാം. ആത്മഹത്യ എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും തന്റെ ശരീരത്തെ ഇരുമ്പിന്റെ ആയുധം കൊണ്ട് കൊന്നാൽ നരകത്തിലും ആ ആയുധം അവന്റെ കയ്യിലുണ്ടായിരിക്കും. നരകത്തിയിൽ അതുകൊണ്ട് അവൻ തന്റെ വയറ്റിൽ എന്നേക്കുമായി അവൻ കുത്തിക്കൊണ്ടേയിരിക്കും. ഒരാൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്താൽ നരകത്തിയിലും ആ വിഷം എന്നേക്കുമായി അയാൾ കഴിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഒരാൾ മലമുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ നരകത്തീയിലും അയാൾ എന്നേക്കുമായി ഉയരത്തിൽ നിന്ന് ചാടിക്കൊണ്ടേയിരിക്കും. ഈ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല അല്ലെ, എന്താണ് അവിടെ ചെന്ന് സംഭവിക്കുന്നത് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ ഇങ്ങനെയാണ് വിഷം കഴിച്ച് മരിച്ചൊരു വ്യക്തി വിഷം കഴിച്ചുകൊണ്ടേയിരിക്കും. ആത്മഹത്യ ചെയ്ത ഒരു ട്രെയിനിൽ അല്ലെ, ട്രെയിനിൽ തല വെച്ച വ്യക്തി ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, അയാൾ തല വെച്ചോണ്ടേയിരിക്കും, വീണ്ടും ചതഞ്ഞരിയും, വീണ്ടും അതേ പൂർവ്വസ്ഥിതിയിലാവും, വീണ്ടും ട്രെയിൻ വന്നുകൊണ്ടേയിരിക്കും, തല അവിടെ വെച്ചോണ്ടേയിരിക്കും. അങ്ങനെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു
ആലോചിച്ച് നോക്കണം അല്ലെ. ആ ഒരു വേദന ഇത്ര മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച വ്യക്തി ഇതന്നെ അല്ലെ കത്തിച്ചോണ്ടേയിരിക്കും, ശരീരം വീണ്ടും പൂർവ്വസ്ഥിതിയിലാവും, വീണ്ടും അയാൾ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും. അതേപോലെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആത്മഹത്യ ചെയ്തത് അതേപോലെ നമ്മളിങ്ങനെ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നരകത്തില് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നാ പറയണത്. പിന്നെ അതേപോലെ മറ്റൊരു റിവായത്തില് ഒരാൾ കുരുക്കിട്ട് ആത്മഹത്യ ചെയ്താൽ നരകത്തിലും അയാൾ തന്റെ ശരീരത്തെ കുരിച്ചിട്ടുകൊണ്ടിരിക്കും. ഒരാൾ സ്വന്തത്തെ കുത്തിക്കൊന്നാൽ നരകത്തിലും അയാൾ സ്വന്തത്തെ കുത്തിക്കൊണ്ടിരിക്കും. അപ്പം ആത്മഹത്യ അല്ലെ ആ ഒരു വിഷയം നമ്മളെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. എപ്പോഴാണ് ഒരു വ്യക്തിക്ക് അറിയില്ല അല്ലെ, എപ്പോഴാണ് മനസ്സ് മാറുക, എപ്പോഴാണ് ആത്മഹത്യയിലേക്ക് ചെറിയൊരു കാരണം മതിയായിരിക്കും. നമ്മള് മുസ്ലിം പെൺകുട്ടികള് അല്ലെ, മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ ഇസ്ലാം മതത്തിൽ മുസ്ലിങ്ങൾ ചെയ്യല് കുറവായിരുന്നു. പക്ഷെ ഇപ്പം മുസ്ലിം ആയിട്ടുള്ള ആളുകള് പെൺകുട്ടികള് ഒക്കെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴാണ് ആ ഒരു പിശാചിന്റെ അല്ലെ പ്രേരണ വരിക നമുക്ക് അറിയില്ല. അപ്പൊ നമ്മളെപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കണം അങ്ങനത്തെ ഒരു ഫിത്നയിൽ പെടാതിരിക്കാൻ. പിന്നെ 27 നാവും ലൈംഗികാവയും സൂക്ഷിക്കാതിരിക്കാൻ. അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസില് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിലുള്ള തഖ്വയും സൽസ്വഭാവവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കപ്പെട്ടു, ജനങ്ങളെ ഏറ്റവും കൂടുതൽ നരകത്തിൽ പ്രവേശിക്കുന്നത് എന്താണ്? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വായയും ഗുഹ്യാവയും അല്ലെ അള്ളാഹുവിന്റെ. അപ്പം ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് തഖ്വയും സൽസ്വഭാവം. അതിന്റെ നേരെ വിപരീതം അല്ലെ. ആ ഒരു സൽസ്വഭാവത്തിന് കോട്ട പറ്റുമ്പോഴാണ് എന്ത്, നാവുകൊണ്ട് നമ്മള് അല്ലെങ്കിൽ വായുകൊണ്ട് പലതും പറയലും പിന്നെ പ്രവർത്തിക്കലൊക്കെ അല്ലെ. അതേപോലെ ഗുഹ്യാവയം സൂക്ഷിക്കാതിരിക്കലും. തീർച്ചയായിട്ടും ഒരു അടിമ അള്ളാഹുവിന് തൃപ്തി ഉളവാക്കുന്ന ഒരു വാചകം പറയും, അതിന് അയാൾ വലിയ ഗൗരവം നൽകിയിട്ടുണ്ടാവില്ല. അത് കാരണം അള്ളാഹു അവനെ ധാരാളം പദവികൾ ഉയർത്തും. ഒരു അടിമ അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തുന്ന വാക്കുച്ചരിക്കും, അതിന് അയാൾ വലിയ ഗൗരവം നൽകിയിട്ടുണ്ടാവില്ല. അത് അവനെ നരകത്തിൽ വീഴ്ത്തും. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരു അടിമ നമ്മളറിയാം, നമ്മള് എത്രത്തോളം നമ്മൾ ചിലപ്പോ മനസ്സറിഞ്ഞ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നുണ്ട്, പക്ഷെ നമുക്ക് അത്രയും നമ്മളത് വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലെ. നമ്മള് ഇത്രയും കിട്ടണമെന്ന് വെച്ചിട്ട് പറഞ്ഞതാവൂല. ഒരു പിന്നെ അള്ളാന്റെ ഒരു സൃഷ്ടി കണ്ടപ്പോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പുറത്തു പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടപ്പോ നമ്മളിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ ചിലപ്പോ അത് മതിയായിരിക്കും നമ്മുടെ നാളെ നമ്മളെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ പദവികൾ ഉയർത്താൻ, അല്ലെങ്കിൽ നമ്മുടെ മീസാനിൽ കനം തൂങ്ങാൻ അല്ലെ, നന്മയുടെ കനം തൂങ്ങാൻ ചിലപ്പോ ആ ഒരു വാക്ക് മതിയായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ ഒന്നും വിചാരിക്കാതെ നമ്മളൊരു എതിരെ വന്ന ഒരാളോട് അല്ലെ, ഒരു സ്ത്രീയോട് നമ്മൾ പുഞ്ചിരിച്ചാൽ അല്ലെ, പുഞ്ചിരി നമ്മൾ പറയുന്നുണ്ട്, നമ്മള് പുഞ്ചിരിച്ചാൽ അതെന്താ, അതും സ്വർഗത്തിലേക്ക് നമ്മള് നയിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അത്രയും നിസ്സാരമായ ഒരു കാര്യമാണ്. പക്ഷെ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ, നമ്മൾ പോലും വിചാരിക്കാത്ത പദവികളായിരിക്കും അതിന് ലഭിക്കുക, അല്ലെങ്കിൽ നന്മകളായിരിക്കും അതിന് ലഭിച്ചിട്ടുണ്ടാവുക. അതേ സമയത്ത് ഒരു വാക്ക് പറഞ്ഞ് നമ്മൾ അതിനധികം വില കൊടുത്തിട്ടുണ്ടാവില്ല. അള്ളാഹിന് ഇഷ്ടമല്ലാത്തൊരു വാക്ക് പറഞ്ഞു നമ്മളധികം വിലയും കൊടുത്തിട്ടുണ്ടാവും, ഗൗരവമായിട്ട് കണ്ടിട്ടും ഉണ്ടാവില്ല. അത് കാരണം അയാൾക്ക് നരകശിക്ഷ ലഭിക്കാൻ ഉള്ള ഒരു കാര്യമായിട്ട് അത് മാറാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഒരു അടിമ ഒരു വാചകം പറയും, ആ വാചകത്തിലെ ആശയം ആലോചിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യാതെ പ്രസ്തുത വാചകം കാരണത്താൽ കിഴക്കിനും പടിഞ്ഞാറും ഇടയിലുള്ളതിനേക്കാൾ വിദൂരമായി നരകത്തിലേക്ക് തെന്നി വീഴും. എന്താ പറഞ്ഞത്? തീർച്ചയായും ഒരു അടിമ ഒരു വാചകം പറയും, ആ വാചകത്തിലെ ആശയം ആലോചിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യാതെ പ്രസ്തുത വാചകം കാരണത്താൽ അയാൾ കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിലുള്ളതിനേക്കാൾ വിദൂരമായി നരകത്തിലേക്ക് തെന്നി വീഴും അല്ലെ. അപ്പം അത്തരം ഗുരുതരമായ വാക്കുകൾ അല്ലെ നമ്മളെ അറിയാതെ പോലും വരാതിരിക്കട്ടെ അല്ലെ, അതൊക്കെ ആക്കട്ടെ നമ്മളെല്ലാരും. പിന്നെ 28 അയൽവാസിയെ ഉപദ്രവിക്കൽ. ഇനി 2 കാര്യം കൂടി പറയുന്നുള്ളൂ കേട്ടാ. പിന്നെ അള്ളാഹുവിന്റെ ദൂതരെ, തീർച്ചയായും ഒരു സ്ത്രീ അവൾ രാത്രി നമസ്കരിക്കുകയും പകലിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നു, അവൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നു, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നു, അതോടൊപ്പം അവൾ തന്റെ നാവ് കൊണ്ട് അവളുടെ അയൽവാസിയെ ഉപദ്രവിക്കുന്നു, അവരുടെ അവസ്ഥ എന്താണ്? അള്ളാഹുവിന്റെ ദൂതർ പറഞ്ഞു, അവളിൽ ഒരു നന്മയുമില്ല,
അവൾ നരകവാസികളിൽ പെട്ടവളാണ്. അവർ ചോദിച്ചു, ഒരു സ്ത്രീ അവൾ നിർബന്ധ നമസ്കാരങ്ങൾ നമസ്കരിക്കുന്നു, ഉണങ്ങിയ വെണ്ണക്കട്ട ദാനം ചെയ്യുകയും ചെയ്യുന്നു, അവൾ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, അവളുടെ അവസ്ഥ എന്താണ്? അള്ളാഹുവിന്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവൾ സ്വർഗവാസികളിൽ പെട്ടതാണ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത് അല്ലെ? ധാരാളമായിട്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സ്ത്രീ, ഈ പറഞ്ഞ പോലെ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരത്തിന് പുറമെ സുന്നത്ത് അല്ലെ, ഐശിക നമസ്കാരങ്ങള്, അതേപോലെ ധാരാളം നോമ്പുകള്, സുന്നത്ത് നോമ്പുകള്, സദക്കയും സക്കാത്ത് നൽകുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ അവളുടെ നാവ് ശരിയല്ല അല്ലെ. അതുകൊണ്ട് അയൽവാസികൾക്ക് ഒരു സ്വൈര്യം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അയൽവാസികൾ അവളുടെ നാവിനാൽ ശല്യം അല്ലെ ചെയ്യപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ഒരു സ്വസ്ഥതയെ അയൽവാസികൾക്ക് കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്ത്രീ നരകത്തിലാണല്ലേ. എത്രയൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്താലും, അത് ഈ പറഞ്ഞ പോലെ ഉഹുദ് മലയോളം ചെയ്തു കഴിഞ്ഞാലും അതുകൊണ്ടൊരു കാര്യമില്ല അല്ലെ. അത് പൊടികളായിട്ട് മാറും, അല്ലെങ്കിൽ ധൂളികളായിട്ട് മാറും അല്ലെ. അതേ സമയത്ത് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. അല്ല നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിർബന്ധമായ നമസ്കാരങ്ങള്, നിർബന്ധമായ നോമ്പുകള്, പിന്നെ സക്കാത്തൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല അല്ലെ. തന്റെ നാവ് കൊണ്ട് ഒരാൾക്ക് ദ്രോഹം വരുത്താത്ത ഒരു സ്ത്രീ, അവള് സ്വർഗത്തിലുമാണ്. അപ്പം അയൽവാസികളോടുള്ള കടമകൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ല, അത്രയും അയൽവാസികൾക്കുള്ള വിട്ടുവീഴ്ചകളും അവരോട് ചെയ്യേണ്ട മര്യാദകൾ പറയുമ്പോൾ സഹാബാക്കൾ വിചാരിച്ചു പോയിട്ടുണ്ടെന്നാ പറഞ്ഞത്. തങ്ങളുടെ സ്വത്തുക്കൾക്ക് പോലും അവർക്ക് അവകാശം ഉണ്ടോന്നുള്ളത്. അപ്പൊ അത്രയും ഗൗരവമായ വിഷയമാണ് അല്ലെ അയൽവാസികളോടുള്ള മര്യാദ കാണിക്കലും പിന്നെ അവരോടുള്ള ബന്ധം പുലർത്തലൊക്കെ അത്രയും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇസ്ലാം മതത്തില്. പിന്നെ 29ാമത്തെ കാര്യമായിട്ട് പറയുന്നത് പ്രാവർത്തികമാക്കാത്ത പ്രബോധകൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്ത്യനാളിൽ ഒരാളെ കൊണ്ടുവരപ്പെടും, അയാൾ നരകാഗ്നിയിൽ എറിയപ്പെടും. അപ്പോൾ അയാളുടെ കുടൽമാലകൾ നരകത്തിയിൽ തെറിച്ചു വീഴും. ആട്ടുകല്ലിൽ ധാന്യം പൊടിച്ചുകൊണ്ട് കഴുത കറങ്ങുന്ന പോലെ അയാൾ നരകത്തിൽ കറങ്ങും. നരകവാസികൾ അയാളുടെ ചുറ്റും ഒരുമിച്ച് കൂടും. അവർ ചോദിക്കും, മനുഷ്യ, താങ്കളുടെ കാര്യം എന്താണ്? താങ്കൾ ഞങ്ങളോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തിരുന്നില്ലേ? അയാൾ പറയും, ഞാൻ നിങ്ങളോട് നന്മ കൽപ്പിച്ചിരുന്നു, പക്ഷെ ഞാനത് ചെയ്തിരുന്നില്ല. ഞാൻ നിങ്ങളോട് തിന്മ വിരോധിച്ചിരുന്നു, ഞാനത് ചെയ്യുമായിരുന്നു. അപ്പം ഗൗരവമായിട്ടുള്ളൊരു വിഷയം അല്ലെ അത്. നമ്മള് പറയുന്നത് പ്രവർത്തികമാക്കുന്നില്ലെങ്കിൽ അവർക്കുള്ള ശിക്ഷ അല്ലെ, കുടൽമാലകൾ നരകത്തിൽ തെറിച്ചു വീഴുന്ന പറഞ്ഞ. അപ്പൊ ആട്ടുകളിൽ ഇങ്ങനെ അയാളെ ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ട്, നമുക്കറിയാം ഒരു ചക്കിലിങ്ങനെ മൃഗം ഇങ്ങനെ ആടുന്ന പോലെ അല്ലെ, അയാൾ ചുറ്റും കറങ്ങും, കഴുത കറങ്ങുന്ന പോലെ അയാൾ നരകത്തിൽ കറങ്ങുന്നതാണ്. ആട്ടുകളിൽ ധാന്യം പൊടിച്ചുകൊണ്ട് കഴുത കറങ്ങുന്ന പോലെ. അപ്പൊ അത്രയും ഭീകരമായ ശിക്ഷയാണ്. അയാള് നന്മ കൽപ്പിക്കുകയെന്ന് പക്ഷെ ചെയ്തിട്ടില്ല, സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയിട്ടില്ല. അതുപോലെ തിന്മ വിരോധിക്കും, ആ തിന്മകള് അയാള് ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആ വ്യക്തി അല്ലെ. പിന്നെ 30 മദ്യപാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മദ്യപിക്കുകയും ലഹരിയിലാവുകയും ചെയ്താൽ അവന്റെ 40 പ്രഭാതങ്ങളിലെ നമസ്കാരം സ്വീകരിക്കപ്പെടില്ല. അവൻ മരിച്ചാൽ നരകത്തിൽ പ്രവേശിക്കും. അവൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു അവന്റെ തൗബ സ്വീകരിക്കും. വീണ്ടും അവൻ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങുകയും മദ്യപിക്കുകയും ലഹരിക്ക് അടിമപ്പെടുകയും ചെയ്താൽ അവന്റെ 40 പ്രഭാത നമസ്കാരങ്ങൾ അവനിൽ നിന്ന് സ്വീകരിക്കൂല. അവൻ മരണമടഞ്ഞാൽ നരകത്തിൽ പ്രവേശിപ്പിക്കും. അവൻ പശ്ചാത്തപിച്ചാൽ അവന്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും. വീണ്ടും അവൻ മടങ്ങുകയും മദ്യപിക്കുകയും ലഹരിയിലാവുകയും ചെയ്താൽ അവന്റെ 40 പ്രഭാത നമസ്കാരങ്ങൾ അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. അവൻ മരണമടഞ്ഞ നരകത്തിലായിരിക്കും. അവൻ വീണ്ടും പശ്ചാത്തപിച്ചാൽ വീണ്ടും തൗബ സ്വീകരിക്കും. വീണ്ടും ഒരിക്കൽ കൂടി അവൻ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി അവന് അന്ത്യനാളിൽ റദഗത്തുൽ ഹബാനോ കുളിപ്പിക്കൽ അള്ളാഹുവിന്റെ ബാധ്യതയെ ഏറ്റെടുത്തിരിക്കുന്നു. അവർ സ്വഹാബികൾ ചോദിച്ചു, എന്താണ് റസൂലെ റദഗത്തുൽ ഹബാൽ? അദ്ദേഹം പറഞ്ഞു, നരകവാസികളെ പിടിച്ചുണ്ടാക്കിയ ദ്രാവകമാണ്. അപ്പൊ എന്താണ് ഈ വ്യക്തി ചെയ്തത്? ആദ്യം അല്ലെ നല്ല മദ്യപാനിയായിരുന്നു, അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയായിരുന്നു. പക്ഷെ തൗബ ചെയ്ത് മടങ്ങി അല്ലെ. അപ്പൊ അത് കാരണം അദ്ദേഹത്തിന്റെ നമസ്കാരങ്ങൾ, ആ വ്യക്തിയുടെ നമസ്കാരങ്ങൾ 40 നമസ്കാരങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു അല്ലെ. തൗബ ചെയ്ത് മടങ്ങുമ്പോ അവന്റെ പശ്ചാത്താപം സ്വീകരിച്ചു, വീണ്ടും ചെയ്യാണ്. അങ്ങനെ 3 ആവർത്തി ചെയ്തതിന് ശേഷമാണ് വീണ്ടും അയാൾ അതിലേക്ക് മടങ്ങുകയാണെങ്കിൽ
പിന്നെ അള്ളാഹ് എന്ത് ചെയ്യാ, നരകവാസികളെ പിഴിഞ്ഞുണ്ടാക്കിയ ഒരു ദ്രാവകം അവരെ കൊണ്ട് കുടിപ്പിക്കുന്ന പറഞ്ഞ് അല്ലേ. പിന്നീട് അവര് അത് മദ്യപാനിയായി കൊണ്ട് തന്നെ ആയിരിക്കാം മരണപ്പെടുന്നത്. പിന്നെ 31 ലാസ്റ്റത്തെ ഇതും കൂടിയല്ലോ കേട്ടോ. പുരുഷവർഗം സ്വർണം ധരിക്കല്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഇപ്രകാരം കാണാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരാളുടെ കയ്യിൽ സ്വർണത്തിന്റെ ഒരു മോതിരം കണ്ടു. അപ്പോൾ അദ്ദേഹം അത് ഊരിയെടുത്തെറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരാൾ നരകാഗ്നിയിലെ ഒരു തീക്കനൽ ലക്ഷ്യമാക്കുകയും അത് കയ്യിൽ ധരിക്കുകയും ചെയ്യുകയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പോയപ്പോൾ ആ മനുഷ്യനോട് പറയപ്പെട്ടു, താങ്കളുടെ മോതിരം എടുത്തുകൊള്ളുക, അത് താങ്കൾക്ക് ഉപകരിക്കും. അയാൾ പറഞ്ഞു, അള്ളാഹു ആണേ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിച്ചെറിഞ്ഞത് ഞാൻ എടുക്കുകയില്ല. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാ അല്ലെ. അപ്പൊ അവിടെ നമ്മള് ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാല്, നമ്മള് പുരുഷന്മാര് സ്വർണം ധരിക്കരുതെന്ന് പറയുമ്പോൾ നമ്മള് കൊച്ചു കുട്ടികളുടെ കാര്യത്തിൽ അത് വീഴ്ച വരുത്താറുണ്ട്. പലരും വീഴ്ച വരുത്താറുണ്ട്. ചിലര് ചെറിയ മക്കൾക്ക് അല്ലെ, ജനിച്ച് ഉടനെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു വയസ്സ് ഉള്ളിലുള്ള കുട്ടികൾക്കും ധാരാളം ആൺകുട്ടികളാണെങ്കിൽ പോലും സ്വർണം ധരിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പിന്നെ അവരാ ഒരു വിഷയം ശ്രദ്ധിക്കുന്നില്ല അല്ലെ. അപ്പൊ അത് പുരുഷന്മാര് സ്വർണം ധരിക്കൽ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾക്ക് അത് പാടുണ്ടെന്നാണ് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ അത് പാടില്ല അല്ലെ, അത് ഹറാം തന്നെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയും കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ നരകം വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യങ്ങളിലെ കുറച്ച് വിഷയങ്ങൾ നമ്മൾ ഇന്ന് നോക്കി. പിന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇൻഷാ അല്ലാ ഇനി അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ല പറ്റുകയാണെങ്കിൽ നരകവാസികളുടെ എണ്ണപ്പെരുപ്പ്, അതുപോലെ അവരുടെ വസ്ത്രങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ. ഇൻഷാല്ല നമുക്കത് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. വാഹിർ ദഅവാന അൽഹംദുലില്ലാ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്. റഷീദത്ത സ്റ്റോപ്പ് ചെയ്യല്ലേ? അതെന്നെടാ. നസീറ നസീറ വിളിക്കട്ടെ ഹന്ന, എന്നിട്ട് നമുക്ക് മ്യൂട്ട് എടുത്ത് വിടാം. ആയിക്കോട്ടെ. ഹന്ന ഒരു ദുആ ചെയ്തേ, കുറച്ചുകൂടെ ബലത്തില് ഇൻഷാ അല്ലാ. നസീർത്ത് വന്നിട്ടില്ലേ? നസീറത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്, പക്ഷേ ആ ആ ആ ഓക്കെ ചെയ്യാം. എനിക്ക് തൊണ്ട കുറച്ച് ശരിയല്ല, ചെറിയൊരു കഫക്കെട്ടുണ്ട്. ഓക്കെ എന്നാ ഓക്കെ. കുറച്ച് പ്രയാസം എന്ന് പറയാം.